ഇതലപ്പ നിൽക്കുന്ന ലൈഫില് എത്ര റമളാന്റെ തന്നറ ആ റമളാന്റെ ഒരു നാല് കൊണ്ടിട്ടു നിക്ക് ആഖിറത്തെ രക്ഷപ്പെടുത്തുക തിന്ത പടച്ച റബ്ബ് ഞങ്ങളൊട്ട കേൾക്കുമ്പോ ഞങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തര കൊടുക്കണു. എന്തിക മുസ്ലിമേ റമളാന് വന്നോണ്ടുള്ളൂ, കാലി ഒരു നോമ്പ് പിടിക്കുക, ഒരു നോമ്പ് തുറക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കുക. അല്ല ഖുർആനിൽ അല്ലാഹു തആല ചൊല്ല നോക്കൂ, നിങ്ങ റമളാനിൽ മനുഷ്യന്മാര് പ്രത്യേക കണക്കിലെടുത്തിട്ട് നോക്കട ഒരു ഇബാദത്ത് ഇടീ പോൽമാന ഈമാനുള്ള ആണിങ്ങവും പെണിങ്ങവും റമളാന്റെ പോൽമാന പട്ടിണിയിലേക്കിടാ. ബാക്കിന്നങ്ങലെ നോമ്പ് പോലെ അല്ലല്ലേ മുസ്ലിമിടെ നോമ്പ്. ബാക്കിന്നങ്ങലെ നോമ്പുലു തണ്ണി കുടിച്ചെങ്കു തൊന്തരയില്ല, ಬೇರೆಗಳ ನೋವುಲು ಪಾಲು ಕುಡಿಚೆಂಗು ತೊಂದರೆ ಇಲ್ಲ. ಅರಿ ಐಟಮ್ಸು ತಿನ್ನೋಗು ತೀರಾ, ಚಪಾತಿ ತಿಂಡೆಂಗು വെളിയല്ല, അരി ഐറ്റംസ് തിന്നോകു തീറാ. മുസ്ലിമിടെ നോമ്പു അങ്ങനല്ലല്ലേ ബാപ്പമാരെ, മുസ്ലിമിടെ നോമ്പു അങ്ങനെ അല്ലല്ലേ ഉമ്മമാരെ. പോൽമാണ ഇടീ പട്ടിണിയല്ലേ അല്ലേ. കാലി അരിയുടെ ബസ്തുണ്ട് അല്ല, എത്ര തോല് കൊണ്ടുണ്ടാവുമ്മ. നിങ്ങളെ നാവിലുള്ള തുപ്പ് തന്നെ, ആ തുപ്പ് തന്നെ നിങ്ങൾ നാവിടെ ഈ ബായുടെ പുറത്ത് കെടുത്താറ് വരിക്കാം. ആ തുപ്പ് തന്നെ നിങ്ങൾ പുറത്ത് കെടുത്താറ്. ബായുടെ ഉൽഗമയിക്കുമ്പോ തുപ്പ് തന്നെയല്ല ബാത്റൂമിൽ പോ, അതല്ല. നാവിടെ ആ തുപ്പ് തന്നെ നിങ്ങൾ പുറത്ത് കെടുത്താറ്. ആ ബായുടെ ചുണ്ടുടെ പുറത്തേക്ക് വന്ന ആ തുപ്പ് തന്നെ പോലും നിങ്ങൾ വാപ്പാസ് ബായുടെ ഉൾഗ എടുത്തിട്ട് മുളുങ്ങു തീറാ. മുളുങ്ങെങ്കിൽ നിങ്ങളെ നോമ്പ് പോയിട്ട് അങ്ങനത്തെ നോമ്പ് ഇസ്ലാമിടെ നോമ്പ്. എന്തിക്ക് ഈ പോൽമാണ ഇടീ കഷ്ടപ്പെട്ടിട്ട് നോമ്പ് നോക്കിടോ. ഇപ്പത്തെ പോൽമാണ ചൊന്നെങ്കിൽ ഏനംത സെക്കെ ഉടമെ ഇപ്പൊ നിങ്ങൾ എന്റെ വാള് കേട്ടോണ്ടിക്കുവാ. നക്ക് വേണ്ട നിങ്ങൾക്കു ഇക്കട്ടെ ബന്ധാക്കി തരാല്ല, നിങ്ങൾ ഇക്കട്ടെ, നിങ്ങൾ ഇക്കട്ടെ. നക്ക് വേണ്ട ചെമ്മ വേണ്ട വേണ്ട. നാ ബേരിച്ച് നിങ്ങൾ അലക്ക ബന്ധാക്കിര. നിങ്ങൾക്കു പോൽമാണ ഭയങ്കര അല്ല, എല്ലാ പെണിങ്ങ പൽക്ക വരാറില്ല. അപ്പറ ഇപ്പറ പൽക്ക. ഈ കുരിയുടെ നോമ്പ് എങ്ങനെ ഇട്ടിക്കുടിയുമ്മ, ಏನಂತ ಸೆಕೆಡಿಯುಮ್ಮ, ಪ್ಯಾಕಡ್ ಎಂದರೆಯುಮ್ಮ. ಈ ಕುರಿಳ ನೋವು ಎങ്ങനെ നോക്കൂ. പോൽമാണ എത്ര ഗണ്ട ഉണ്ടു, അതല്ലാണ്ട് എത്ര കഷ്ടത്തെ നോമ്പായിട്ടിക്കൂ. വല്ലാത്ത ഒരു സെക്കെ പോൽമാണ ഫാന്റെ കാത്ത് നാട്ടില്ല. ഏസില് ഏസി കൂലയാവില്ല, ഇല്ല ഏസി കൂലയാവില്ല. ഏസിനെ റിപ്പയർ ആക്കണങ്ങ വന്നിട്ട് തിങ്ങൾക്ക് 3 വട്ടം റിപ്പയർ ആക്കിയാറ്. കൂലയാവില്ല, വെച്ച കാത്തേ വണ്ടേ, സംപ്പ് വണ്ടമേ ഇല്ല. നോക്കുമ്പോ ലാസ്റ്റക്ക് യന്ത്ര പോയിട്ട് എന്തും പോയിട്ടില്ല. പർത്ത് ആനന്ത സെക്ക ഉള്ളത് കൊണ്ടിട്ട് ഇതിനും സെക്കയുടെ കാത്തേ വണ്ടോ യന്ത്രാക്കുക. അങ്ങനത്തെ പോൽമാണ ഞങ്ങളെല്ലാരും നോമ്പ് നോക്കുക നീയത്താക്കിട. നാ കേക്കട്ട, ഈ സദസ്സിലുള്ള ഹിരിയങ്ങ ഉള്ളാറ്, വയസ്സായ ബലമമാറുള്ളാറ്, ഉമ്മമാറുള്ളാറ് കേക്കട്ട. ഈ സെക്കല് നമുക്ക് നോമ്പ് നോക്കുക ചെന്നിട്ടു. ഈ കുരിനാണ് നോമ്പ് നോക്കില്ലാണ്ട് തീരുമാനാക്കിയേ ഏതെങ്കിലും ഒരു ബാപ്പമാ ഒരു ഉമ്മമായി കൂട്ടത്തിലുള്ളാറാ? ചാൻസ് ഇല്ല, ഇക്കൊക്കെ ചാൻസ് ഇല്ല. എന്തേ കാരണം? എല്ലാരും ചൊല്ലെ ഒരേ ഒരു നോമ്പ് പോലും നഷ്ടപ്പെടാണ്ട് ഞങ്ങൾക്ക് ഈ കുരി റമളാന് ഒരു തിങ്കൾ നോമ്പ് നോക്കണു. പോൽമാണ എത്രേ കഷ്ടമെന്നെങ്കിലും, എത്രേ സെക്കയിന്നെങ്കിലും, എത്രേ താകായെങ്കിലും കുടിക്കാണ്ട തിന്നാണ്ട നോമ്പ് നോക്കണു. എന്തേ ഞങ്ങൾ തീരുമാനിക്കുക? കാരണം നോമ്പ് ചൊന്നെങ്കിൽ എന്തുള്ളത് മുസ്ലിമേ? കാലി ഒരു പോൽമാണ പട്ടിണി നീക്കുക വേണായിട്ട നിങ്ങൊന്ന് വിചാരിച്ചു നോക്കൂ. അങ്ങനെ അല്ലാഹുടെ അടിമങ്ങ
പോൽമാന പട്ടിണി തെച്ചതുകൊണ്ട് റബ്ബുകെന്ത്ര കിട്ടുകല്ലോ? റബ്ബുകെന്തും കിട്ടുകില്ല. പക്ഷേ നിങ്ങ റമളാനിൽ നോമ്പ് പോൽമാന എന്തും തിന്നാണ്ട് കുടിക്കാണ്ട് നോമ്പ് നോക്കുമ്പോ നിങ്ങൾക്ക് കിട്ടുക പോണ്ട വലിയ ഒരു ഫായിദ ഉണ്ട്. അത് ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലുന്നു, ഈമാനുള്ള ആൽമാരെ വിളിച്ചിട്ട് അല്ലാഹു ചൊല്ലുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള അണികളെ, ഈമാനുള്ള പെണിങ്ങളെ, ബുർക്കയിട്ടിട്ട് ഹിജാബിട്ടിട്ട് തലമുച്ചിട്ട് മുഖമുച്ചിട്ട് ഇന്നത്തെ ഈ റമളാന് കിറ്റ് വിതരണ സദസ്സിൽ വന്ന് വെച്ചിട്ട് ഈ വാല് കേട്ടോണ്ടുള്ള ഉമ്മമാരെ, നന്റെ പിറുസത്ത പെങ്ങന്മാരെ, ഈമാനുള്ളങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു ചൊല്ല നോക്കൊരു നിങ്ങ, കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. ഇത് റമളാനിൽ മുത്തഅല്ലിമീങ്ങ വാളുക പോയെങ്കിൽ മുത്തഅല്ലിമീങ്ങ പള്ളിയിൽ പോയിട്ട് വാളുകളുടെ ആയത്ത് ഇത്. നാനും മുത്തഅല്ലിമായി ഓതി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ റമളാനിൽ ഒരു മാറ്റർ പഠിച്ചിട്ടിക്കട. ആ മാറ്ററുടെ പ്രധാനപ്പെട്ട റമളാന്റെ ആയത്ത് ഇത്. അതുകൊണ്ടിട്ട് തറാവീഹ് നിസ്കരിക്കുക പണ്ട് എല്ലാവർക്കും ഈ ആയത്ത് കാണാണ്ട് കൊണ്ടിരിക്കട്. എന്ത് കാരണം? പണ്ട് എല്ലാ മുത്തഅല്ലിമിയുടെ 10 നിമിഷത്തെ വാതിൽ ഒരു ആയത്ത് ഇതായിട്ടിരിക്കും. ഇത് കേട്ട് 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 മെയ്യായിട്ടുണ്ട് അങ്ങനത്തെ ആയത്ത്. അയങ്ക ആയത്ത് കേട്ട് കേട്ടെങ്കിലും ഭയങ്കര വലിയ ആയത്തത്. മുത്തഅല്ലിമീങ്ങ വാളുക പോണു റമളാനില്. ഇവിടെ അൽഹംദുലില്ലാഹ് ഈ കുറി എത്ര ആൾ കൊണ്ട് കോളേജിൽ പോണാലാല് അൽഹംദുലില്ലാഹ് പോണാല് മുത്തഅല്ലിമീങ്ങ മൽജയിൽ ഫുള്ളായിട്ട് ഈ ഉസ്താദുമാര് മുദർരിസായ ഉസ്താദുമാര് ഓടി പഠിപ്പാട്ടിട്ട് അങ്ങനെ ഉടരെ പഠിപ്പ് അൽഹംദുലില്ലാഹ് ഉടരെ പഠിപ്പായിട്ട് ഈ കുറി അങ്ങ് കോളേജിൽ പോകണ്ട. പോണാല് മുത്തഅല്ലിമീങ്ങ കോളേജിൽ പോകണ്ടെങ്കിൽ ചെറിയ വിഷയമാ ബാപ്പമാരെ, അത് ചെറിയ വിഷയം പോല്ല. അപ്പൊ ആ മുത്തഅല്ലിമീങ്ങ നോമ്പുല് പള്ളിയില് പിന്നെ ഉറുദിക്ക് പോണ്ടാറ്. നൗഫൽ സഖാഫി ഇണ്ടല്ലേ ഇങ്ങനെ വാങ്ങി വന്നോണ്ടില്ലേ? നൗഫൽ സഖാഫി മുത്തഅല്ലിമായിട്ട് പഠിക്കുന്ന ടൈമിലും റമളാനിൽ പള്ളിക്ക് തറാവീഹ് പോയിട്ട് ഉസ്താദുമാരെ കണ്ടിട്ട് ഉറുദി ചൊല്ലട്ടെ ഉസ്താദ്, അതൊക്കെ ചാൻസ് തണ്ടാറാ ഉസ്താദ്. ഖത്തീബ് ഉസ്താദുമാരെ കൈ പോയി പിടിച്ചു രംഗ ഇപ്പൊ നിനക്കൊണ്ടു കൈ പോയി പിടിച്ചിട്ട് മുത്തുര ഫസ്റ്റ് ഗന്തി മുത്തുര ഒന്നുണ്ട. ആ പ്രസത്തിലെങ്കിലും ഉസ്താദ് ഉറുദിക്ക് ഒരു ചാൻസ് തരട്ടുണ്ട്. ഇവിടെ വേറെ ഹർജി ഉണ്ട് വേറെ ഉണ്ട് എന്നിട്ട് ചൊല്ലാണ്ടിക്കോ. ഓ ഈ മുത്താലിം നല്ല അതപ്പുണ്ടു, ഒന്ന് കൈയെങ്കിലും മുത്തിത്തല്ലേ ഖത്തീബ് ഉസ്താദ്. ഞങ്ങൾ പോയിട്ട് കൈ ഫസ്റ്റ് ആക്കിയെന്നോ സാറ കൈ മുത്തിയുന്ന ജോറിലെ മുത്തിയുന്നു. ഇനി വേറെ ഹർജി എന്തുണ്ടോ ഇണ്ട് വാലെന്തോ ആവാല ഉറുദിക്കുന്ന എന്തോ ചാൻസ് ഇല്ല ചൊല്ലണ്ട. ലാസ്റ്റ് പിന്നെ ഞങ്ങൾ ചൊല്ലേണ്ടൊന്നുണ്ട്. എന്തിനെ ഹർജി കിട്ടു ഉസ്താദ്, ഞങ്ങൾക്ക് വാളിക്ക് ചാൻസ് കിട്ടിയമേ. ഹർജിയിൽ കിട്ടിയ പൈസ നിങ്ങൾ അങ്ങോട്ട് ആർക്ക് കൊടുക്കോ ലങ്ക കൊടുക്കോ, ഞങ്ങൾക്ക് ഉറുദിച്ചൊന്ന് പഠിക്കണം. ഇപ്പൊ കുറെ കമ്മിറ്റികളെല്ലാരും ഒരു തീരുമാനം എടുക്കണം. ചിലപ്പോ എന്താ ഒരു ഹക്കിക പേനായിട്ട് ഒരു തീരുമാനം എടുത്തെങ്കിൽ തൊന്തരയില്ല. അതിന് ചൊല്ലല്ല വെറുതെ മുത്തഅല്ലിമീങ്ങളെ ഉറുദി റൊട്ടിക്ക് ഒരു അലർജി വന്നിട്ട് ഫസ്റ്റ് പുറത്തേക്ക് ഒരു ബോർഡിൽ വലിയ ബോർഡ് അങ്ങനെ ബോർഡോ ഇവിടെ മുത്തഅല്ലിമീങ്ങൾക്ക് ഉറുദിക്ക് ചാൻസ് ഇല്ല. ഓ ഭയങ്കര വലിയ കമ്മിറ്റി പുറത്തുള്ള ബോർഡ് എഴുതി വെച്ച് ആഡളിത സമിതി എന്നിട്ട് കീഴിൽ ആഡളിത സമിതി എന്ത് ഗാവു വാളു ചൊല്ലുമ്പോ കേരളത്തങ്ങ പറഞ്ഞു, കർണാടകത്തങ്ങ വീണു. നൗഫൽ സഖാഫിയുടെ ഡേറ്റ് കിട്ടില്ലേ, ഇന്നായാലും ഉസ്താദിന്റെ ഡേറ്റ് കിട്ടില്ലേ. ഇങ്ങനെ എത്രമാ വാളുകളുടെ ഉസ്താദുമാർ ഇനിയും വേണ്ടേ? കാലാകാലങ്ങൾ റായത്തിൽ വേണ്ടേ? അങ്ങക്ക് വാളു ചൊന്നിട്ട് പഠിക്കുള്ളൊരു ചാൻസ് അല്ലേ റമളാനിൽ തറാവീഹ് കഴിഞ്ഞിട്ട് 10 നിമിഷം പള്ളി അങ്ങ് ഉറുദി ചൊന്നിട്ട് പഠിക്കുമ്പോ അങ്ങക്ക് പാടം പാട് ഉറുദി ചൊല്ല ഒരു ഇൻട്രസ്റ്റ് വന്നിട്ട് പാടം ഉറുദി ചൊന്നിട്ടു അങ്ങ് വലിയ വാഗ്മിമാരായിട്ട് ഒരു നാല് പോലും പുർസോത്തില്ലാണ്ട് ഇടി എല്ലാ ജാവും അല്ലാഹുടെ ദീന്റെ ഇൽമു ഇടി റായത്തുക പോയിട്ട് ചൊന്നിട്ടു പ്രചാരാക്കടെ മുത്തഅല്ലിമീങ്ങ അങ്ങാമേ പിന്നെ ആലിമീങ്ങായി പറഞ്ഞതരെ. അതുകൊണ്ട് ആഡളിത സമിതിമാർക്ക് ഹക്കായ ന്യായം എന്തെങ്കിലും ഇന്നെങ്കിൽ അങ്ങ് എടുത്ത തീരുമാനത്തെ ഞാൻ എതിർക്കില്ല, വിരോധാക്കില്ല. കാലി മുത്തഅല്ലിമീങ്ങൾ ഉറുദി വേണ്ട ചൊന്നിട്ട് എടുക്കുന്ന തീരുമാനം ആ തീരുമാന പെറവെടുക്കണായ തീരുമാനമായിട്ടിക്കട് മുത്തഅല്ലിമീങ്ങൾക്ക് ആയത്തര പ്രോത്സാഹം കൊടുക്കണു. വേന മൈക്ക വെച്ചിട്ടെങ്കിലും കൊടുക്കണം മുത്തഅല്ലിമീങ്ങൾക്കും. പള്ളിയുടെ ഉസ്താദിക്ക് മാത്രം മൈക്കണ്ടല്ല, മുത്തഅല്ലിമീങ്ങ ഉറുദി വന്നെങ്കിൽ
ഞങ്ങൾ പഠിച്ചോണ്ടിരിക്കുമ്പോ അങ്ങനെ കൊറിയ എല്ലാ പള്ളിയിലില്ല, കൊറിയ പള്ളിയില് ഞങ്ങൾ മൈക്ക വെച്ച് തന്നോ എന്നാ മുത്താല് മൈക്ക വന്ന മൈക്ക വെച്ച് മൈക്ക വെച്ച് തന്നെ ഒരു കൊസിയ വേറെ മുത്താലിമി എല്ലാം ഉറുത്തിക്ക് പോകണം. അല്ലാഹു തആല വലിയ ബറക്കത്താക്കട്ടെ. ഇൻഷാ അല്ലാഹ് മൽജയില് നാന്റെ വളരെ നടുവിലൊരു വിശേഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പോണാല് മുത്താലിമീങ്ങ ഉടരെ പോയെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ കുറി ഇനിയും മുത്താലിമീങ്ങളെ മൽജയിക്ക് അകത്യമുണ്ടു. അത് മൽജയിക്ക് അകത്യമുണ്ട്. നിങ്ങൾ ഇവിടെ പഠിക്കണ മുത്താലിമീങ്ങ കൊറടിയുന്നിട്ട് എന്തോ അല്ല, ഇവിടെ ഇഷ്ടം പോലെ മക്ക പഠിച്ചോണ്ടുള്ളാറ് അങ്ങ പഠിക്കണത് റൊട്ടിಗೆ പാടം ഇവിടെ വന്നിട്ട് മക്ക പഠിക്കണു. അതുകൊണ്ട് ഞാൻ എന്റെ പൽക്ക കേട്ടോണ്ടുള്ള ഉമ്മ പെങ്ങന്മാരുടെ ചൊല്ലട്ട, ഈ കുറി നിങ്ങളെ മക്കളെ 7ನೇ ക്ലാസ് പരീക്ഷകളിട് 7ാം ക്ലാസ് കലിഞ്ഞ നന്റെ മോൻ എന്തരാക്കടേ ചെന്നിട്ടു റായത്തിൽ ദൈപ്പാട്ടുണ്ട ഉമ്മ. ഞങ്ങളെ പരിസരം എന്തു സമയില്ല ഉമ്മ. മക്കെല്ലാരും 6-6 കൂടിയിട്ട് വെടക്കായോണ്ടുള്ളാറ്, ഗാഞ്ചത്തെ പെറവില് പോയോണ്ടുള്ളാറ്, 15 വയസ്സുള്ള പൊടിമക്ക പോലും ബാലക്കാരനായിട്ടില്ല അങ്ങ് ഇന്നും. ആ മക്കയുടെ റായത്തെ ഗാഞ്ചത്തെ ഗ്യാങ്കില് കൂടിയിട്ട് ബെടക്കായോണ്ടുള്ളാറ് നല്ല നല്ല ഉമ്മ അബ്ബടെ മക്ക. എത്ര തീർന്നു ഉമ്മ നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ ജാഗ്രത ആക്കൂ. നന്റെ ഉമ്മ നൗഫൽ സഖാഫിയുടെ ഉമ്മ, നൗഫൽ സഖാഫിയുടെ സ്കൂളിന്റെ 7ನೇ ക്ലാസ് പഠിപ്പ് കളസത്തെ പഠിപ്പ് കഴിഞ്ഞിട്ട് നന്റെ ഉമ്മ ദർസ് കുട്ടിയും പോയിട്ടാക്കിട്ട് നന്റെ മോണ് ഇൽമ പഠിക്കട്ടെ ചെന്നിട്ടു. ഞാൻ എന്റെ പൽക്ക കേട്ടോണ്ടുള്ള എല്ലാ ഉമ്മമാരിട്ട് ചെന്നോണ്ടില്ലേ, ബാപ്പമാരിട്ട് ചെന്നോണ്ടില്ലേ. ഇൻഷാ അല്ലാഹ് 8ാം ക്ലാസ് മൽജ ക്യാമ്പസില് 8ാം ക്ലാസ് ഇൻഷാ അല്ലാഹ് സ്കൂളും ദർസും രണ്ടും ഒട്ടിಗೆ പഠിക്കുള്ള അഡ്മിഷൻ ഈ കുറി നടക്കുക പോണ്ടു. ആയത്തര വേഗ 7ನೇ ക്ലാസ് കഴിഞ്ഞ നിങ്ങളെ മക്കളെ 8ാം ക്ലാസ് 2 പഠിപ്പും ഒട്ടിಗೆ പഠിക്കൂ. മൽജ ക്യാമ്പസ് വന്നിട്ട് അഡ്മിഷൻ ആക്കണു. കാലി 8ാം ക്ലാസ് മാത്രമല്ല PUC-ക്കും ഇൻഷാ അല്ലാഹ് അഡ്മിഷൻ ഉണ്ട് വിഷയം കിട്ടിയിട്ട്. അങ്ങനെ നിങ്ങളെ മക്കളെ PUC-ക്കും കുട്ടിയും വന്നിട്ട് പഠിപ്പാട്ടറു, മൽജയിൽ അഡ്മിഷൻ ആക്കറു. അഡ്മിഷൻ ആക്കിയെങ്കിൽ നിങ്ങളെ മക്കൾക്ക് സെലക്ഷൻ കിട്ടിയിട്ട് ആ മക്ക മൽജയിൽ പഠിക്കുമ്പോ ഉമ്മ ഞാനൊരു പൽക്ക ചൊല്ലട്ട ഉമ്മ, നിങ്ങളെ മോണു നിങ്ങളെ മക്ക അങ്ങ് തെറുതപ്പെട്ട് പോവാലെ, അങ്ങ് ഗാഞ്ചത്തുക സേറാലെ, ഏതെങ്കിലും ഒരു കേസിൽ ഗുലുമാലിൽ അങ്ങ് പോയിട്ട് അങ്ങ് സ്റ്റേഷന്റെ പടി പത്താലെ അങ്ങ് പഠിച്ച് 2 പഠിപ്പും ഒട്ടിಗೆ പഠിച്ചിട്ട് സമൂഹത്തുക്ക് ഉമ്മ ബാപ്പകു കുടുംബത്തുക്ക് സമൂഹത്തുക്ക് സമുദായത്തുക്ക് ഉപകാരം കിട്ടുന്ന പോലത്തെ നല്ല മക്കളായിട്ട് വളർന്നു വന്നിട്ട് ഒരു നാല് ഉമ്മ അപ്പമാരായ നിങ്ങൾ മറിച്ചിട്ട് നിങ്ങളെ മയ്യത്ത് കിടത്തിട്ടിക്കുമ്പോ തലയില് മുണ്ടാസ് വെച്ചിട്ടുള്ള നിങ്ങളെ മോണ് വന്നിട്ട് കന്നഡ തണ്ണീത്ത് പാട്ടിട്ട് യാസീനോദിട്ട് റബ്ബേ നന്റെ ഇൽമു പഠിക്കവ് കടത്തിയ നന്റെ ഉമ്മയുടെ മയ്യത്തിത്, നന്റെ ഇൽമു പഠിക്കവ് കടത്തിയ നന്റെ ബാപ്പയുടെ മയ്യത്തിത്, ഈ ബാപ്പയുടെ നീ ഖബറിൽ വെച്ചിട്ട് ശിക്ഷിക്കണ്ട റഹ്മാനെ. ഇണ്ട് നന്റെ തലയിൽ ഈ മുണ്ടാസ് കാണണമെങ്കിൽ അതിന് കാരണം നന്റെ ഉമ്മം നന്റെ ബാപ്പം, ആ ഉമ്മടം ബാപ്പടം മറിച്ച പിന്നെ ഖബറിൽ നീ ശിക്ഷിക്കണ്ട റബ്ബേ എന്നിട്ടു ഇൽമു പഠിച്ച നിങ്ങളെ മോണ് തലയെകെട്ട് കെട്ടിട്ട് കന്നഡ തണ്ണീത്ത് പാട്ടിട്ട് പഠിച്ച റബ്ബിട്ട് ഏങ്കർത്തിട്ടത് ആയിരുന്നെങ്കിൽ കേക്കട്ട ഉമ്മ, റബ്ബ് നിങ്ങളെ ഖബറിൽ ശിക്ഷിക്കാനല്ലേ ഉമ്മ, റബ്ബ് നിങ്ങളെ ഖബറിൽ ശിക്ഷിക്കാനല്ലേ ബാപ്പ. അതുകൊണ്ട് ഞങ്ങളെ മക്ക അങ്ങനെ വേണു ചെന്നിട്ടു ഞങ്ങളെ മൽജയിൽ നിങ്ങളെ മക്കളെ അഡ്മിഷൻ ആക്കുക, നിങ്ങൾ റെഡി ആവണു. സാന്ദർഭികമായിട്ട് ഞാൻ ചൊന്നോണ്ടില്ല. ഇപ്പൊ ഞാൻ ആ ഭാഗത്ത് പോണ്ടില്ലേ. ഖുർആനിൽ അല്ലാഹു ചൊന്നേ യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള ആൽമാരെ വിളിച്ചിട്ട് അല്ലാഹു ചൊല്ല നോക്കറു നിങ്ങ കുതിബ അലൈക്കുമുസ്സിയാം, എന്തേ നിങ്ങളൊട്ട അല്ലാഹു നോമ്പ് നോക്കണുണ്ടു ചൊന്നെന്തേ റമളാനില് നോമ്പ് പിടിക്കണു നോമ്പ് നോക്കണുണ്ടു ചൊല്ലുക. കാരണ നിങ്ങാരും ബേജാറാവണ്ട, നിങ്ങൾക്ക് മാത്ര ഉള്ളതല്ല നോമ്പ്, റമളാന് നിങ്ങൾക്ക് മാത്ര ഉള്ളതായിട്ടിക്കൂ. അതുകൊണ്ടിട്ട് നിങ്ങ മാത്ര നോമ്പ് നോക്കടങ്ങാണ്ട് വിചാരിക്കണ്ട. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും,
നിങ്ങളെ മുന്നോളത്തെ സമുദായത്തെ ആൽമാറും നോമ്പ് നോക്കിയിടാറ് റമളാന് നിങ്ങൾക്ക് മാത്രാണ്ടുള്ളോ റമളാനല്ലാത്ത വേറെ നോമ്പ് നിങ്ങളെ മുന്നോൾത്തങ്ങ നോക്കിയിടാറ് എന്തിಗೆ നിങ്ങളട്ട റമളാനിൽ നോമ്പ് നോക്കണോണ്ടല്ല ചൊന്നോ നോമ്പ് നോക്കൂ എന്തിಗೆ തടി കൊറടിയാവുക അല്ല നോമ്പ് വന്നെങ്കിൽ വേറെല്ല സമയക്കില്ല ഉസ്താദ് ഗ്യാസ്ട്രിക്കിന്റെ പ്രോബ്ലം ഇക്കില്ല ಅದಕ್ಕೆ മാത്രമാ നോമ്പ് എന്താ നിങ്ങൾ പോൽമാണ എല്ലാം തിന്നല്ലേ ഗ്യാസ്ട്രിക്കിന്റെ പ്രോബ്ലം ഇക്കില്ല വേറെ സമയക്കില്ല ഉസ്താദ് ആരോഗ്യ ഇക്കിട് ബച്ചലെന്തു ഇക്കിൽ ಅದಕ್ಕೆ മാത്രമാ നോമ്പ് അല്ല അതേ വൈജ്ഞാനികമായ ഒരു വശ വേറെ പക്ഷെ നോമ്പെന്തിಗೆ ഖുർആനിൽ അല്ലാഹു തആല ചൊല്ല നോക്കൂ ലഅല്ലകും തത്തഖൂൻ ആ നോമ്പ് പിടിച്ചിട്ട് നിങ്ങളെ കൽബിലു തഖ്വ ബറകുവേനായിട്ടിക്കട മുസ്ലിമേ തഖ്വയില്ലാത്ത ഒരു മുസ്ലിമും ഈമാൻ കിട്ടിട്ട് മരിക്കുകയില്ല ചൊല്ലട്ട ലാസ്റ്റ് ഒരു വിജയം ഉണ്ടല്ലേ എപ്പത്തെ വിജയ മരിക്കുമ്പോ ഈമാൻ കിട്ടിട്ട് മരിച്ചെങ്കിൽ മാത്രല്ലേ വിജയിക്കുക അവിടെ ഉമ്മ ഉടയത്തരെ ബുർക്കയിട്ടിട്ട് നടക്കൊരു ഉമ്മ ഉടയത്തരെ നിങ്ങ ഇബാദത്തെടുത്തിട്ട് നടക്കൊരു മരിക്കുമ്പോ ഈമാൻ ഇല്ലാണ്ട് പോയെങ്കിലും പിന്നെ എന്തെങ്കിലും ഒരു വിജയ കിട്ടുകൊണ്ടാ ഇല്ല ആ മരിക്കുമ്പോ ഈമാൻ കിട്ടിട്ട് മരിക്കുള്ള ചാൻസ് എല്ലാ മുസ്ലിമും അല്ല കൊടുക്കില്ല അങ്ങനെ ആരും കിനാവലും വിചാരിക്കണ വേണ്ട വൽ ആഖിബതു ലിൽ മുത്തഖീൻ കൊനെയ വിജയ ലാസ്റ്റ് വിജയ മുത്തഖീനുകു മാത്രായിട്ടിക്കിട് കൽബുൽ റബ്ബുടെ പേടി നിറച്ചിട്ട് നടന്ന ആര് അങ്ങു മാത്രമേ ലാസ്റ്റ് വിജയ ഇക്കടോ ആ കൽബുൽ റബ്ബുടെ പേടി ഇക്കണെങ്കിൽ എന്താക്കണു കൽബുൽ അല്ലാഹുടെ ബിയാറ നിറക്കണെങ്കിൽ എന്താക്കണു അതുകായിട്ട് ഇക്കട ഖുർആനിൽ അല്ലാഹു ചൊന്ന് നിങ്ങ നോമ്പ് നോക്കറൂ നോമ്പ് നോക്കിയെങ്കിൽ നോമ്പ് നോക്കണായ ക്രമത്തിൽ നോമ്പ് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് നല്ല തഖ്വ കിട്ടു കേട്ടോ ഈ കുരുടെ റമളാന്റെ നോമ്പ് എന്തിനു നോക്കിയോണ്ടുള്ളോ നിങ്ങളട്ട് ആരെങ്കിലും കേട്ടെങ്കിൽ ഉത്തര ഇതേ നന്റെ കൽബ് ഒന്ന് ലംഘണു നന്റെ കൽബൊന്ന് പ്രകാശിക്കണു നക്ക കൽബുൽ ഈമാൻ യാറാവണു റബ്ബുടെ പേടി കൊണ്ടിട്ട് നന്റെ കൽബ് നിറക്കണു അതുകായിട്ടിക്കിടനാണ് നോമ്പ് നോക്കിയോണ്ടുള്ളോ ആ ഒരു ഉത്തരായിട്ടിക്കണോ ഞങ്ങളെ ഭാഗത്തെ ഭരണായോ അതുകൊണ്ടല്ലേ എങ്ങനെങ്കിലും നോമ്പ് നോക്കിയെങ്കിൽ മയ്യാവാല നോമ്പ് നോമ്പുടെ ക്രമത്തിൽ നോക്കണു ഇന്റെ ബുർക്കയിട്ട പെണികളെല്ലാരും ബെൽത്തങ്കടി അങ്ങാടില് കണ്ടോണ്ടുണ്ടോ ഉജിരയുടെ അങ്ങാടില് കണ്ടോണ്ടുണ്ടോ മത്സരി വന്ന് കിട്ടെടുക്കുക വന്നത് മാത്രല്ല ഫ്രൂട്ട്സ് രംഗങ്ങളിലെല്ലാം നോക്കുമ്പോ പെണിങ്ങ ഉള്ളാർ തർക്കാർ രംഗത്തിൽ നോക്കുമ്പോ പെണിങ്ങ ഉള്ളാർ നോമ്പിടെ സാമാൻ പോകും അത് അങ്ങനെ പറണ്ട വായിച്ചു നിനക്കാവ അപ്പൊ അങ്ങ് കേക്കാല്ലേ നിങ്ങ കോന്തണ്ടാറാണ്ട് അങ്ങ് കേക്കാലെ മനുഷ്യന്മാരെ ഉസ്താദ് ഞങ്ങ പിന്നെ ഫ്രൂട്ട്സ് ഞങ്ങ കോന്നില്ലെങ്കിൽ അവത്ര ആണികളെല്ലാരും അങ്ങ് അർജന്റായിട്ട് എവിടെയെല്ലാം കൊണ്ടാറ് അങ്ങനെ നെയ്ക്കോ പോണ്ടാറ് ബാന്യത്തുക പോണ്ടാറ് അപ്പൊ ഫ്രൂട്ട്സും തർക്കാരിയും ഇറച്ചിയും കോലിയും മീനും ഇത് ഞങ്ങ കോന്നില്ലെങ്കിൽ നിങ്ങ കോന്തണ്ടാറാ ഇല്ലമ്മ ഇല്ലമ്മ നാ കോന്തല്ലമ്മ നന്റെ കൊണ്ടത് ആവിടെ കൊണ്ട് സ്വറവല്ല അതേ ടൈമിലോ കേക്കില്ലേ കേക്കില്ലമ്മ നണ്ട കൊണ്ടു ഇപ്പൊ കേക്കടാ കേക്കടാ തെല്ലയാ അല്ലേ ഇപ്പൊ കേക്കടാ ഇല്ല
ഇത്തരത്തോൽ ചൊന്നത് കേട്ടോ ഇന്ത അല്ല നിങ്ങൾ ഇപ്പൊ കേക്കില്ല എന്ന് ചൊന്നാറില്ല ഫസ്റ്റ് കൈ ഉദ്ധാക്കിയാറല്ലേ ഇതെന്തു കേക്കില്ലേ ഇതും കേക്കില്ല അല്ലാഹ് ഇപ്പൊ കേക്കടാ കേക്കില്ലേ ഇപ്പൊ കേക്കടാ ഇല്ല അല്ല അപ്പൊ നിങ്ങൾ കേക്കില്ലെങ്കിൽ പിന്നെ ഇല്ല എന്തു കേക്കില്ലേ അപ്പൊ ഇങ്ങ ഇല്ല ചൊല്ലല്ലേ കേട്ടിട്ട് ചൊല്ലണം കേൾക്കാണ്ടല്ലോ കേക്കടല്ലേ കേക്കടാ പിന്നെ ഏത് കേട്ടോള്ളൂ ഇതാ അവിടെ വേറെ ബോക്സ് ഇല്ലല്ലേ പെണ്ണുങ്ങളുടെ ഭാഗത്ത് വേറെ ബോക്സ് ഉണ്ടോ ഓക്കെ അപ്പൊ പരിശുദ്ധ റമളാനുക്ക് വേനായിട്ട് റെഡിയായിട്ട് നിൽക്കണം പോലത്തെ ഒരു ടൈം അപ്പൊ നോമ്പ് എന്തെങ്കിൽ ഖുർആൻ അല്ലാഹു തആല ലഅല്ലകും തത്തഖൂൻ നിങ്ങളെ ഖൽബിലു അല്ലാഹുടെ പേടി ദയിക്കുക വേനായിട്ട് തഖ്വ ദയിക്കുക വേനായിട്ട് ഈ കുരുടെ റമളാൻ നമുക്ക് തഖ്വ കിട്ടുക കാരണമാവണം അതൊക്കെ ഒട്രാസി നോമ്പ് നോക്കിയെങ്കിൽ മെയ്യാവാല നോമ്പ് നോക്കട ക്രമപ്രകാരം നോമ്പ് നോക്കണു നോമ്പ് നോക്കട ക്രമപ്രകാരം നോമ്പ് നോക്കണു കാലി തിന്നാണ്ട കുടിക്കാണ്ട തെച്ചത് കൊണ്ട് മാത്ര ഒരു നേരായ നോമ്പാവില്ല എല്ലാ ഈമാനുള്ള നിലട്ട ചൊല്ലട്ട ഇടീ ഞങ്ങള അവയവങ്ങ നോമ്പ് നോക്കണു കാലി ബായി നോമ്പ് നോക്കിയെങ്കിൽ മെയ്യാവാല ബാര് നോമ്പ് നോക്കിയെങ്കിൽ മെയ്യാവാല ഞങ്ങളെ ഇടീ തടി നോമ്പ് നോക്കണു ഇടീ തടി നോമ്പ് നോക്കട എങ്ങനെ ബാപ്പാ പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്തത് ഒന്നും ഞങ്ങളെ ഒരു അവയവ കൊണ്ട് ബറവ് തീറാ കണ്ണുകൊണ്ടിട്ട് ഹറാമു നോക്കിട്ട് നോമ്പ് പിടിച്ചിട്ട് എന്ത് കാര്യ കാതുകൊണ്ടിട്ട് ഹറാമ് കേട്ടിട്ട് നോമ്പ് പിടിച്ചിട്ട് എന്ത് കാര്യ നാവ് കൊണ്ടിട്ട് ഹറാമ് പൽക്ക പറഞ്ഞിട്ട് കളവ് ചൊന്നിട്ടു ഗീബത്ത് ചൊന്നിട്ടു നമീമത്ത് ചൊന്നിട്ടു പിന്നൊരുത്തര പറഞ്ഞിട്ട് ദൂരിട്ട് നോമ്പ് പിടിച്ചിട്ട് എന്ത് കാര്യ അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ കേട്ടില്ലേ കമ്മിൻ സുവാമിൻ എത്തരത്തര നോമ്പ് പിടിക്കട ആൽമാറുള്ളാറ് ലൈസ ലഹും ഇല്ലൽ ജൂഉ വൽ അത്ഷു അങ്ങനെ നോമ്പ് കൊണ്ടിട്ടു അങ്ങ് തഖ്വ കിട്ടില്ല നോമ്പ് കൊണ്ടിട്ട് കിട്ടണായത് തഖ്വ പക്ഷേ അങ്ങ് തഖ്വ കിട്ടില്ല ആ തഖ്വത്ത ബദലുക അങ്ങ് കാലി കിട്ടയന്ത്രേ പസിയും താകും മാത്ര ആ നോമ്പ് ആവുക തീറാ
അങ്ങനെ നല്ല നോമ്പ് നോക്കിയിട്ട് തറാവീഹ് നിസ്കരിച്ചിട്ട് ഞങ്ങളെ റമളാൻ എന്ത് കാവണുകൊണ്ടുണ്ട ഞങ്ങളെ ലൈഫിൽ വന്നുപോയെ തപ്പുങ്ങളെ അല്ലാഹു നമുക്ക് മാപ്പാക്കി തറകു. ഈ കുരുടെ റമളാന് നമുക്ക് കാരണമാവണു. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് തരട്ടെ. എന്തിക്ക് നോമ്പു, എന്തിക്ക് തറാവീഹ് നിസ്കരിക്കും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങൾ എന്താ ആമീൻ ചൊല്ലാത്തെ? ഇപ്പൊ കേൾക്കണ്ടായിത്താ? ഇപ്പൊ കേട്ടിട്ട് നിങ്ങൾ ആമീൻ ചൊല്ലല്ലേ? തറാവീഹ് നിസ്കാര ഒരേ ഒരു തറാവീഹ് വിടാണ്ട് എല്ലാ ജാവും റമളാനില് ഞങ്ങൾക്ക് തറാവീഹ് നിസ്കരിക്കൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആണികളും അല്ലാഹു തൗഫീഖ് തരട്ടെ, പെണ്ണുങ്ങളും അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തിന് തറാവീഹ് നിസ്കരിക്കണേ? ഇപ്പൊ പിന്നെ ആകെ പ്രശ്നമാണ്. എന്താ പ്രശ്നം? പലയുടെ ഉസ്താദ് രണ്ടം വന്നിട്ട് കമ്മിറ്റങ്ങ് ചൊന്നിട്ടായി, ഉസ്താദ് ഇത് ചെമ്മ സ്ലോ ആവുട് ഉസ്താദ്, അല്ല വേഗം തീന്നിട്ടാവണോ, 4 ഗಂಟೆ 20 നിമിഷത്തെ തറാവി എല്ലാം തീന്നിട്ടാവണോ അങ്ങനെ. അപ്പൊ അങ്ങനെ ചൊല്ലണ്ടാണ്ടല്ലെന്ന് ചൊല്ലേ. തറാവി വേഗം തീരണുണ്ട, അതല്ല അവിടെ വിഷയ. പിന്നെ തറാവി ചമ്മ ലേറ്റാക്കിയെങ്കോ ആവാനല്ലേ തെല്ല്. അങ്ങനെ ആർക്കും പഠിച്ചൽ വരാത്ത രൂപത്തില് അത് ഏത് വിഷയം അങ്ങനെ മനുഷ്യന്മാർക്ക് പഠിച്ചൽ വരത്തീറ. നിങ്ങ ഇപ്പൊ നിന്റെ വാല് 3 ಗಂಟೆ തോറും ആരുടെ വാൽ ചൊന്നിക്കു നിങ്ങൾ ദയിക്കുവാറ് ചിലപ്പോ അല്ലേ? ദയിക്കാല്ലേ? കണ്ണ് കെട്ടുകായി ഒക്കൊണ്ട് ചൊല്ലൂറു അല്ലെ? നക്ക് ബേജാറാവില്ലേ? നിങ്ങൾ ദയിക്കുവാറ്. അങ്ങനെ നിങ്ങൾ 3 കണ്ണ് കെട്ടുകായി ഒക്കു ചൊല്ലൂറ് എല്ലാം ഒക്കൊന്നുമില്ല. അത്രത്തോളം ആരും ചൊന്നിട്ടില്ല. ഇല്ലവാ പഞ്ഞിന്റെ 10 ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെ വാൽനിപ്പാട്ടെ. പഞ്ഞിന്റെ 10 അപ്പൊ പഞ്ഞിന്റെ 10 വീണ ഇൻഷാ അല്ലാഹ് ഇത് കൊടുക്കണം. അപ്പൊ 3 ಗಂಟೆ തോലും നിങ്ങൾ ദയിക്കിടാറ് വാല് കേക്കോ ചൊന്നിട്ട് 3 ಗಂಟೆ തോലും വാൽ ചൊന്ന് നിങ്ങളെ ഭംഗ പറവാട്ടിയങ്കാവാ അതാവാലേ. ഇണ്ട് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ബേബേഗാവും. അപ്പൊ ഞങ്ങൾ ബേബേഗ തീർക്കും. വാളും അതേപോലെ ചമ്മ നീട്ടിട്ട് എന്തോ ചമ്മ ഗಂಟೆ വാൽ ചൊല്ലോകില്ല. വേഗ വാൽ ചൊന്നിട്ട് വേഗം നിപ്പാട്ടോ അങ്ങനെ. അപ്പൊ തറാവിയും അതേപോലെ ചമ്മ ലേറ്റാക്കുക എന്തോ തീറ വേഗ തറാവി തുടങ്ങിയിട്ട് വേഗ തീർക്കണു. അങ്ങനെ ചൊന്നിട്ട് തറാവി ആവണ്ടേ? തറാവി വേറെന്തെങ്കിലും ആയി പോത്തീറല്ലേ? സ്പീഡ് ആക്കിയിട്ട് എന്തും ഇല്ല, സുന്നത്തും ഇല്ല, ഫർദും ഇല്ല, ഷർത്തും ഇല്ല, വെറുതെ ഒരു ഇരിയറക്കാത്ത ഇങ്ങനെ 3 അങ്ങനെ ആക്കിണ്ടാവാലേ. എന്തിക്ക് തറാവി നിസ്കരിക്കണെന്തിക്ക്? നോമ്പ് നോക്കണെന്തിക്ക്? ജണ്ടൻ കൂലി ഒന്ന്. നോമ്പ് നോക്കിയതിന്റെ കൂലിയും തറാവി നിസ്കരിച്ച നേട്ടവും നോമ്പ് നോക്കിയെങ്കിൽ നോട്ടോ അത് 2 ഒന്ന്. ഹദീസിൽ ചൊന്നില്ലേ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിൽ ആരെങ്കിലും ഓർത്ത അല്ലാഹുവിന്റെ മേലെ നമ്പിക്ക വെച്ചിട്ട് റബ്ബിന്റെ കൂലി പ്രതീക്ഷിച്ചിട്ട് ഇടീ റമളാനിൽ ഓർത്ത നോമ്പ് നോക്കിയെങ്കിൽ അവന്റെ ലൈഫിൽ വന്നുപോയ എല്ലാ തപ്പുങ്ങളും അല്ലാഹു അവനക്ക് മാപ്പാക്കി കൊടുക്കടാ. ആ ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങമേ തറാവീഹിയുടെ ಬಗ್ಗೆ ചൊന്നപ്പോ ചൊന്തു മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാന്റെ പ്രത്യേകമായ സുന്നത്ത് നിസ്കാര ആയ തറാവീഹ് നിസ്കാര അല്ലാഹുവിൽ നമ്പിക്ക വെച്ചിട്ട് റബ്ബിന്റെ കൂലി മാത്രം പ്രതീക്ഷിച്ചിട്ട് തറാവീഹ് നിസ്കാര ഒരാൾ നിസ്കരിച്ചെങ്കിൽ അയാളെ ലൈഫിൽ 3 വന്നുപോയ എല്ലാ തപ്പുകളും അല്ലാഹു മാപ്പാക്കി തണ്ട. അപ്പൊ തറാവീഹ് നിസ്കരിക്കുമ്പോ ഞങ്ങളെ കൽബിലൊരു നിയ്യത്ത് വേണു. നന്റെ ഉമ്മമാരട്ട നാ ചൊല്ലട്ട, പെണ്ണുങ്ങളട്ട നാ ചൊല്ലട്ട, തറാവീഹ് വെറുതെ നിസ്കരിച്ചെങ്കാക ഉമ്മ. തറാവീഹ് നിസ്കരിക്കുമ്പോ നിങ്ങളെ മനസ്സിലൊരു നിയ്യത്ത് വേണു. എന്തിಗೆ തറാവീഹ് നിസ്കരിക്കണോട്ട് തങ്ങ ചൊന്നുറോ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കൽനി പോയ എല്ലാ ദോഷ അല്ലാഹു ഞങ്ങൾക്ക് മാപ്പാക്കി തരണു. ഞങ്ങളെ കർമ്മത്തെ റബ്ബ് കൽകണ്ടേ.
നാണാക്കിയ കർമ്മ റബ്ബ് കൽകണ്ടേ മുസ്ലിമേ, നിങ്ങ ആക്കിയ കർമ്മത്തെ റബ്ബ് കൽകണ്ടേ. ഞങ്ങ എത്രല്ല തപ്പുങ്ങ ഞങ്ങളെ ലൈഫിലാക്കിപ്പോയ ആ തപ്പുങ്ങളെയെല്ലാം അല്ലാഹു തആല മാപ്പാക്കി തരണ്ടേ. അതുകല്ലേ ഞങ്ങളെ തറാവീഹ്, അതുകല്ലേ ഞങ്ങളെ നോമ്പു, ಅದರೊಟ್ಟಿಗೆ ರಮಲಾನಿಲ್ ನಂಗ ಆಕೋಣಾಯ ವಿಷಯ ಎಂದ್ರು ರಮಲಾನಿಲ್ ಖತ್ಮು ತೀರ್ಕೋಣು ഒരു വിഷയ മാത്ര ചൊന്നിട്ട് നാ പൽക്കനി പാട്രെ റമലാനിൽ ನಂಗ ആയത്തര ഖത്മു തീർಕೋണു. എത്ര ഖത്മു തീർಕೋണു ചൊല്ലರು നിങ്ങ കൊറോടി ചൊന്നിങ്ങ എത്ര ഖത്മു തീർಕೋണു? കൊറോടി ಯಾರನ್ನು 30 ഖത്മു തീർക്ക. ഷാഫി ഇമാമ റമലാനിൽ 4 ജണ്ട് ഖത്മു തീർത്തു. തിങ്ങൾക്ക് 60 ഖത്മു. അങ്ങനെ എത്ര വേണമെങ്കിൽ ഓതാ, യാറത്ത് കണക്കില്ലേ. കൊറോടി ചൊന്നെങ്കിൽ എത്ര ചൊല്ലറ് നോക്ക ചൊല്ലറ് മുണ്ടോണ്ടി അവര് എത്ര 1 അല്ലേ? 3 ഉണ്ട് കാക്ക, 3 ചൊന്തു. ഒരാൾ 1 ഉണ്ട് ചൊന്തു. അര ചൊന്നങ്ങ് ആരെങ്കിലും ആരായെങ്കിലും ഖത്മാവണ്ട. അത് ഖത്മാവല്ലേ, അത് വേറെ എന്തെങ്കിലും അവിടെ. അങ്ങനെ പെണ്ണുങ്ങളെല്ലാവരും നോമ്പ് നോക്കുന്ന വിഷയം ചെല്ലുമ്പോ മോന്റെ ചാട്ടി വേണ്ട 2 നോമ്പ് 4 2 നോമ്പുണ്ടോ എന്ത് സുബൈയുടെ ഉച്ചത്തോലൊരു നോമ്പ് നോക്കടാ. ഉച്ചക്ക് പൈച്ച പിന്നെ തിന്നറ ഉച്ചയുടെ പിന്നെ മഗ്‌രിബ് തോൽ പിന്നെ നോമ്പ്. അതൊക്കെ നോമ്പുണ്ടല്ല, പാമ്പുണ്ട്. 4 2 നോമ്പുണ്ടാ. 4 2 നോമ്പിടെ കൂലി കിട്ട് ആര് കൊണ്ടുണ്ടാ? സമാഗമനം വെച്ച് കേൾക്കും. 4 2 നോമ്പിടെ കൂലിയുണ്ട് ആർക്ക്? മൽജെ തങ്ങൾക്ക് 4 2 നോമ്പിടെ കൂലി കിട്ടും. ഒക്കെ ഉസ്താദ് ഒക്കെ ഉണ്ട്. ഈ കിട്ട് തന്ന ആൽമാറുള്ളാരല്ലേ ഇത് സഹായിച്ചങ്ങ അങ്കെല്ലാവർക്കും റമളാനിൽ 1 നോമ്പുക്ക് 2 കൂലി. 2 കൂലി നോമ്പ് കൂലി മാത്രമല്ല, ഇത് കൊമ്പോയിട്ട് ആരെല്ലാം നോമ്പ് തുറക്കടാറാ, എത്ര ആൾ നോമ്പ് തുറന്നാറ് അത്ര ആൽമാരുടെ കൂലി. നിങ്ങോ അതേപോലെ നോമ്പ് തുറപ്പാട്ടില്ലേ? നിങ്ങൾ ഔത്തുള്ള നോമ്പ് തുറപ്പാട്ടില്ലേ? നിങ്ങൾ കൂലി കിട്ട് നിങ്ങമേലെ നോമ്പ് തുറപ്പാട്ടെ. നിങ്ങൾ ഔത്തിൽ എത്ര മെമ്പർമാരുള്ളാറ്? നിങ്ങ ഔത്ര യജമാന്തി. ഇപ്പൊ യജമാനക്ക് ബലമേയില്ല, യജമാനക്ക് ബലമേയില്ല. യജമാന്തി ഇല്ലേ? അയ്മുകല്ലേ ദാദുകല്ലേ പൈസ വന്നോണ്ടില്ലേ? ദാദുകല്ലേ ദാദ ബസ്സുക ಬತ್ತಿಟ್ಟು ಆಧಾರ್ ಕಾರ್ಡ್ ಕಾಟ್ರವಲ್ಲ. ಆಧಾರ್ ಕಾರ್ಡ್ ನಾನು ನಿಂಗೆ ಆಧಾರ್ ಕಾರ್ಡ್ ಅಲ್ಲ ರೇಷನ್ ಕಾರ್ಡ್ ಕಾಟಿ നടക്കുക. എന്തു നടക്കാലേ? അപ്പൊ ഔത്ര യജമാന നോമ്പ് തുറക്കണ ബസ്തെല്ലാം കൊന്നിട്ട് ഔത്തുൽ വെച്ചിട്ടല്ലേ. എന്നിട്ടതാ ഔത്തുൽ നോമ്പ് തുറക്കണ ആരല്ല? മാപ്പലെ പെഞ്ഞയി മക്ക അജ്ജ പിജ്ജ അജ്ജി പിജ്ജി പുള്ളി ചല്ലി കൊല്ലില്ലേ ചല്ലി തോൽ മാത്രം എല്ലാരും സൈഡിട്ട് നോമ്പ് തുറക്കുമ്പോ ആ നോമ്പ് തുറപ്പാട്ടി ആര്? ഔത്ര യജമാന നോമ്പ് തുറപ്പാട്ടി. അയാളല്ലേ നയിച്ചിട്ട് അയാളുടെ പൈസത്തലല്ലേ കോന്നിട്ട് ഈ ബസ്തെല്ലാം കോന്നിട്ട് ഔത്തുൽ കോന്നേ. അപ്പൊ ആ ഔത്തുൽ എത്ര മെമ്പർമാരുള്ളാറാ അത്ര മെമ്പർമാർ നോമ്പ് നോക്കിയതര കൂലി ഈ നോമ്പ് തുറപ്പാട്ടിയ യജമാന കൊണ്ടു സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ടിട്ട് ഞങ്ങ നോമ്പ് തുറപ്പാട്ട് മനസ്സ് കാട്ടണം. ഞങ്ങൾ നോമ്പ് തുറക്കണതൊട്ടിಗೆ നോമ്പ് തുറപ്പാട്ട പള്ളിയില് എങ്ങനെങ്കിലും കഷ്ടപ്പാട് എല്ലാവർക്കും വയ്ക്കും. 1 നാളത്തെ നന്റെ നോമ്പ് തുറ പള്ളിയില് എല്ലാവർക്കും 1 നാളത്തെ നന്റെ നോമ്പ് തുറ. ഔത്തുക എല്ലാരും പിടിച്ചിട്ട് നോമ്പ് തുറപ്പെട്ട കാവണിട്ടില്ലല്ലേ? പള്ളിയില് നന്റെ നോമ്പ് തുറ 1 നാളത്തെ. അപ്പൊ എത്ര ആള് വന്നിട്ട് നോമ്പ് തുറക്കിടാറാ അത്ര ആളുടെ നോമ്പിടെ കൂലി നോമ്പ് തുറപ്പാട്ടിയ ആളുകൾ കിട്ടു. മാത്രല്ല നോമ്പ് ഒരാള് തുറപ്പാട്ടിയെങ്കിൽ ഹൗലുൽ കൗസർ കുടിക്കുക അല്ലാഹു തൗഫീഖ് കൊടുക്കടാ. ചെറിയ വിഷയമല്ല മുസ്ലിമേ. നാ ചൊന്നോണ്ട് വന്നോ ഇക്കട്ട് നാ ചൊന്ന വിഷയം മറക്കണ്ട. റമളാനിൽ ഈ കുരുടെ റമളാനിൽ ഖത്മ തീർക്കുമ്പോ എത്ര കൊറോടി ചൊന്നെങ്ക കേട്ടപ്പ നിങ്ങളെ കൂട്ടത്തില് ഒന്നുണ്ട് ചൊന്നങ്ങ ഉള്ളാറ്. സാമാന്യായിട്ട് കൊറോടി ചൊല്ലുമ്പോ ഞങ്ങളെ മനസ്സിൽ ഒന്നു പണ്ടേ അതിര കീല് വേറെ ഇല്ലേ? അതിര കീല് വേറെ ഇല്ലെങ്കിൽ അതും പറയാത്ത നമുക്ക്
അതിന് കീഴിൽ വേറെ ഇല്ലാത്തോണ്ട് ഞങ്ങൾ ഒന്നുകൊണ്ട് ചൊല്ല. പക്ഷേ ആവാല ആവാല മൽജ ക്യാമ്പസിൽ റമദാൻ കിറ്റ് വിതരണ സദസ്സിൽ വന്നിട്ട് നൗഫലിന്റെ വാല് കേട്ടോണ്ടുള്ള ബാപ്പമാരെ, ഉമ്മ പെങ്ങന്മാരെ, നിങ്ങളുടെ ചൊല്ലട്ട കൊറോടി ചൊന്നെങ്കിൽ ഈ കുരുടെ റമദാനില് 2 ഖത്മെങ്കിലും ഞങ്ങൾ ഓതണു. അല്ലാഹു തൗഫീഖ് തരട്ടെ. 3 ഓതറത് നിങ്ങൾക്ക് വിട്ടത് നാ ചൊന്നല്ലേ യാറ എത്രേ വേണമെങ്കും ഓതാ. പാലക്കാട് സമാഗമന വെച്ചിട്ട് കേൾക്കുന്നുണ്ട് ഇലഞ്ഞ മൂത്തങ്ങമാര് 60 ഖത്മ് ഷാഫി ഇമാം റമദാനിൽ ഓതി തീർത്തര്. അതെല്ലാം നമുക്ക് ആവണോട്ടില്ല. അതേ ടൈമില് കൊറോടി ചൊന്നെങ്കിൽ മനസ്സുകൊരു സമാധാനം കിട്ടണ. റമദാന് വന്നിട്ട് ചെറിയ പെരുന്നാളിന്റെ അതേ ശവ്വാലിന്റെ മാത കാണുമ്പോ ഞങ്ങൾക്ക് ഒരു തിങ്കളത്തെ റമദാന് കിട്ടിട്ട് ചൊന്നിട്ട് കൊസിപ്പെടുമ്പോ ആ റമദാന്റെ ഞങ്ങൾ യാത്ര നടത്തുമ്പോ റമദാന്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച പള്ളിയുടെ ഖതീബ് ഉസ്താദ് ജുമുഅത്ത് പള്ളിയിൽ വന്നിട്ട് കൂടെ മുഅ്മിനീങ്ങളുടെ ചൊല്ലുല്ലേ അസ്സലാമു അലൈക്കും യാ ശഹ്റ റമദാൻ. റമദാന്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച പള്ളിയുടെ ഖതീബ് ഉസ്താദ് റമദാനെ വിളിച്ചിട്ട് സലാം ചൊന്നിട്ടു യാത്ര കടത്തുമ്പോ പള്ളിയിലുള്ള വയസ്സായ ബാപ്പടം ബോബടം അതേ കണ്ണിൽ തലതലാട്ട് തന്നി പറവ് പോയിട്ട്. എന്തേ ബാപ്പ കണ്ണിലങ്ങനെ തലതലാട്ട് തന്നി പറവ്? കാരണം ഉസ്താദേ ഈ കുരുടെ റമദാൻ എന്നൊക്കെ കിട്ടിട്ട് ബണ്ടക്കുരുടെ റമദാനില് 6 ഹയാത്ത 6 മൗത്ത. ഈ കുരുടെ റമദാന്റെ യാത്ര കടത്തുമ്പോ കൽബിലൊരു നിരീക്ഷ വേണ ബാപ്പ, മനസ്സിലൊരു നെമ്മതി വേണ ഉമ്മ. കൊറോടി ചെന്നെങ്കിലും ഒരു 2 ഖത്മെങ്കിലും ഓതാട്ടിക്കൊക്കെ തീരാ. ഒരു ഖത്മ് മാത്രം ഓതിട്ട് സമാധാനിക്കുകയാവില്ല. 2 ഖത്മ് ഓതിയെങ്കിൽ സമാധാനിക്ക. എന്തേ കാരണ? ഞങ്ങ ആകെ വർഷത്തിൽ ഖത്മ് തീർക്കണേ എപ്പ ചൊല്ലൊരു നിങ്ങ റമദാനിലല്ലേ. ബാക്കി ടൈമിൽ ഞങ്ങൾ ഖത്മ് തീർക്കണമാ തീർക്കണമെങ്കിൽ ഇല്ലല്ലേ. റമദാനിൽ 1 തീർത്തെങ്കിൽ ഇല്ല ഇല്ല. ബാക്കി തിങ്കളിൽ ഞങ്ങൾക്ക് എവിടെ ഖത്മ് തീർക്കോ പുർസത്തു? റമദാനായിട്ടാവുമ്പോ പ്രത്യേക ഞങ്ങൾ കയ്യിൽ മുസാഫ് എടുക്കട. കാരണം റമദാൻ ചെന്നെങ്കിൽ ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആന്റെ അല്ലാഹു ഇറക്കിയ തിങ്കളല്ലേ റമദാൻ. ആ റമദാൻ ഖുർആന്റെ തിങ്കളായ റമദാനിൽ 2 ഖത്മെങ്കിലും ഖുർആൻ ചൊന്നെങ്കിലും ഓതണം. കാരണം ഒരു മനുഷ്യ 1 വർഷം അല്ലാഹു അവനക്ക് ചെയ്ക്കുക ആയുസ് കൊടുത്തെങ്കിൽ, 1 വർഷം അല്ലാഹു ചെയ്ക്കുക ആയുസ് കൊടുത്തിട്ടെങ്കിൽ 50 വയസ്സായെങ്കിൽ അവന് കൈവയ്ത്തോ? ആരും വയ്ത്തില്ല. 50 കഴിഞ്ഞിട്ട് എത്ര കഴിഞ്ഞ 60 എന്റെ വയസ്സ് ചൊല്ലിയ എല്ലാവർക്കും നോക്ക. വയസ്സൊരാളെ വിളിച്ചിട്ട് നിങ്ങൾ വയസ്സല്ല, നിങ്ങൾ നല്ല പാലക്കാരമാവാണ്ട് നോക്കിക്കൊണ്ട് കണ്ണുപൊട്ടില്ലോ. പാലക്കാരൊന്നുമല്ല വയസ്സേ ആയെങ്കിൽ അങ്ങനെ ചെന്ന് നോക്കറോ. നിങ്ങൾ വയസ്സറാകട്ടെ നല്ല പാലക്കാരമാവാണെങ്കിൽ എന്ത് കുസിയാവും? കുസിയാവില്ല കുസിയാവില്ല. നിങ്ങൾ കുസിയാവണ്ട്. പിന്നെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. പക്ഷെ 50 വർഷം എത്തിയ മനുഷ്യണ്ടായെങ്കിൽ ആ മനുഷ്യന്റെ ഫസ്റ്റ് 15 വർഷം കൂടാ. അതൊരു പ്രായപൂർത്തിയുടെ കണക്ക്. 15 വിട്ടെങ്കിൽ ബാക്കി എത്ര വർഷം ഉണ്ട്? 50 3000 35 വർഷം ഇഞ്ചിട്ടുള്ള മനുഷ്യണ്ടായെങ്കിൽ ഇപ്പൊ 2 വയസ്സ് നക്കിപ്പോ 37 കഴിഞ്ഞിട്ട് ടോട്ടൽ 37 15 വിട്ടിട്ടല്ല. അതിനാണ് നാ കൈമ്പായിട്ടിക്കണ്ടേ. അപ്പൊ 15 ആണുങ്ങളെ വയസ്സ് നാചൊന്നോട്ടുള്ളൂ. ഉമ്മ പെണ്ണുങ്ങളെ വയസ്സ് നിങ്ങൾക്ക് കൊണ്ടുണ്ടല്ലോ ഉമ്മ. അപ്പൊ ആ വയസ്സ് വിട്ടിട്ടു നിങ്ങളെ വയസ്സ് എണ്ണി നോക്കൂ. നിങ്ങളെ പ്രായപൂർത്തിയുടെ ഏജ് വിട്ടിട്ടുള്ള വയസ്സ് എണ്ണി നോക്കൂ. എണ്ണി നോക്കിട്ട് 35 വർഷം ഒരാളുണ്ടാ പ്രായപൂർത്തിയുടെ വിട്ടിട്ടു 35 വർഷം ഉണ്ടാ. അവന്റെ ലൈഫിലു അവനു 35 നേരെ ഡബൽ ആക്കറു നോക്ക. എത്ര ആവുള്ളൂ? 35 നേരെ ഡബൽ
ಎಲ್ಲೋ ಖತ್ಮೌಂಡ ಲೈಫಿൽ ഓതിട്ടിക്കണു. ഇത് നാണല്ല ചൊല്ലെ മുസ്ലിമേ. നൗഫൽ സഖാഫിക്ക് ചൊല്ലുക അധികാരയില്ല. മുതഅല്ലിമീങ്ങൾക്ക് ഗൊന്തുണ്ടല്ലേ മുതഅല്ലിമീങ്ങളെ, ഫത്ഹുൽ മുഈനുള്ള കിതാബ് നിങ്ങൾ നോക്കടാറല്ലേ? ആ ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീനിൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു നോമ്പുടെ വിഷയ ചൊന്നപ്പ നോമ്പുടെ തിങ്കളില് യാര ഖുർആൻ ഓതണോട്ട് ചൊന്നപ്പ വഖാല അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചൊന്നിട്ട് എഴുതി വെച്ചത് കണ്ട് അബൂ ഹനീഫ ഇമാം എന്തിനെ ചൊന്നറോ, മൻ ഖറഅൽ ഖുർആന ഫീ കുല്ലി സനത്തിൻ മർറതൈനി ഫഖദ് അദ്ദാ ഹഖഹു. എല്ലാ വർഷത്തിലേക്ക് 2 ബട്ട ഖുർആൻ ഫുള്ളായിട്ട് ഓതിയെങ്കിൽ മാത്രമേ ഖുർആൻ തൊട്ടുള്ള ഹക്ക് ഓണ് വീട്ടിയവിടെ ഇല്ലേ ഉമ്മ. നിങ്ങൾക്ക് ഖുർആൻ തൊട്ട ഹക്കില്ലേ? പടച്ച റബ്ബുടെ കലാമായ കിതാബല്ലേ ഖുർആൻ. ആ ഖുർആൻ തൊട്ട മുസ്ലിമായ ഞങ്ങല്ലാണ്ട ആളുകൾ ഹക്കുള്ളോ ഉമ്മ. ഔത്തുൽ ശൈത്താൻ ബറാട്ടിക്കൊക്കെ മാത്രം ഓതുള്ളതാ ഖുർആൻ. സീക്ക് ശിഫാവുക മാത്രം ഓതുള്ളതാ ഖുർആൻ. ആഖിറത്തുൽ മുസ്ഹഫ് ഞങ്ങളെ കാട്ടിട്ട് റബ്ബുടട്ട ആഖിറത്തുൽ ഖുർആൻ പൽക്ക പറയുമ്പോ നണ്ടം നിങ്ങളും കാട്ടിട്ട് റബ്ബേ ഖുർആന്റെ ഹക്ക് കാട്ടാത്ത ഉണവോണു. 7 വർഷത്തോളം മിഞ്ചിട്ട് ഖുർആന്റെ ഹക്ക് കാട്ടാത്ത ഉണവോണു. 65, 70, 80 വർഷത്തോളം മിഞ്ചിട്ട് ചെയ്യിച്ചിട്ട് ആ ഉമ്മ ആക്കാന്റെ ഉമ്മ മൈമുനാദ, ആമിനാദ, നഫ്സാദ, റംലാദ, ഖദീജാദ, ആയിഷാദ ഇങ്ങാറും ഖുർആന്റെ ഹക്ക് വീട്ടിട്ടില്ല. ഖുർആൻ റബ്ബുടെ ദൂറ് ചെന്നെങ്കിൽ എന്താവും ഉമ്മ നന്റെ അവസ്ഥ എന്താവും, നിങ്ങളെ അവസ്ഥ എന്താവും? ആ ഖുർആൻ തൊട്ട ഹക്ക് വീട്ടിയവനുണ്ടാവണമെങ്കിൽ അബൂ ഹനീഫ ഇമാം ചൊന്ന പോലെ വർഷത്തിൽ 2 ഖത്മെങ്കിലും ഖുർആൻ വീട്ടുക മറക്കണ്ട. ഇത് നാണ് പ്രത്യേകിച്ചിട്ട് ചൊന്നിട്ടുള്ള. അപ്പൊ റമളാനിൽ മിനിമം നിങ്ങൾ 2 ഖത്മ ഓതണോ. അത് ചൊല്ലുക കാരണം ഞങ്ങൾ റമളാൻ അല്ലാത്ത ടൈമിൽ ഖത്മ ഓതുള്ളേ. റമളാനിലെ ഞങ്ങൾ വിങ്കിട്ട് ഓതറോ, റമളാനിലെ കഷ്ടപ്പെട്ടിട്ട് ഓതറോ, ബാക്കി ടൈമിലൊക്കെ ഖത്മ ഓതറോ. അതുകൊണ്ടിട്ട് ചൊന്നോണ്ടല്ലോ റമളാനിൽ പിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങൾ ഓതി തീർക്കിട അട്ട പിടിച്ചിട്ട് കൊറോടി ചൊന്നെങ്കിൽ ഒരു റമളാനില് 2 ഖത്മെങ്കിലും തീർത്തെങ്കിൽ 1 വർഷത്തിന് സമാധാനായിട്ട് വാപ്പ, 1 വർഷത്തിന് സമാധാനായിട്ട്. അതുകൊണ്ട് നിങ്ങളെ വയസ്സ് വെച്ച് നോക്കൂ. നിങ്ങ മുഞ്ഞാണ്ട് കൊറിയ മുന്നോലും പുത്തൂർ ഭാഗത്ത് നാനൊരു പക്കത്ത് വാളുക പോയ ഉമ്മ സമാ കേക്കറു ഉമ്മ. പുത്തൂർ ഭാഗത്ത് നാൻ വാളുക പോയ ഒരൗത്തുക നാണ് ഉണ്ണുക പോയ മക്കത്തെ മദീനത്തെ വിഷയല്ല ചൊന്നോട്ടുള്ളോ. ബിൽച്ചെങ്ക് കേക്കട പക്കല്ലേ പുത്തൂർ ചമ്മ ദൂരന്തല്ല ഉജിരടെ. ആ പുത്തൂറുക നാണതാ വാളുക പോയപ്പാ ഒരൗത്തുക ഉണ്ണുക പോയ ചോരല്ല തന്ത് ഔത്രയില് നല്ല മനുഷ്യ എല്ലാരും ഉണ്ടിട്ട് റെഡിയായിട്ട് ഇനിയിപ്പോ വാളുക നങ്ങ പോണ്ടോ. അപ്പൊ ഔത്രയിൽ അതിന്റെ ഉൽഗത്തെ പ്രൈവേറ്റ് റൂമുക നന്റെ കുട്ടിയോൻ പോയി ഉസ്താദ് തെല്ലു ഉൽഗ പണ്ടാറാ നക്കൊരു വിഷയ ചൊല്ലുകൊണ്ടു എല്ലാരും പർത്ത് നിണ്ടാറ്. അയാള് നന്റെ ഔത്തര ഉൽഗ കുട്ടിയോൻ പോയിട്ട് എന്നിട്ട് അയാള് നണ്ടയില് ചൊന്നെന്തര കൊണ്ടുണ്ട ഉസ്താദേ 313 ഖത്മ് ഓതി തീർക്കണു മരിക്കിടമോലും ഉണ്ട് റാസ ഉണ്ടോ. 313 ഖത്മ് ഓതി തീർക്കണു ബദരീങ്ങളെ കണക്ക് ഒരാശ ഉണ്ട് ഉസ്താദ്. മനസ്സിൽ നീയത്താക്കിയിട ഇപ്പൊ 165 ഖത്മ് തീർന്നേ. അയാൾ ചൊല്ല നോക്കറു നിങ്ങ കണ്ണില് തണ്ണി വന്നു പോയിട്ട് ഉമ്മ 165 ഖത്മാണ് ഓതി വെച്ചിരേ. നന്റെ കബറുക വേലായിട്ട് 313 ഖത്മ ഓതാട്ട് നാ മരിക്കോ തീറാ നക്കൊന്നത് എത്തി കിട്ടുക ആർക്കൊരു ഉസ്താദ്. എന്തിങ്ങനെ 313 ഖത്മ ഓതണേ ഉസ്താദ്? നന്റെ കബറു ചിന്ന കുത്തി പോക തീറാ. ആരുമില്ലാത്ത ടൈമിൽ ഇപ്പൊ എല്ലാരും മിക്കുവാറും ഈ വാളുകളുടെ നന്റെ കബറുൽ നാ ഒർത്ത
ഉടമേ പോയി കിടക്കണ്ട ഉമ്മ വാള് കൽഞ്ഞിട്ട് നാൻ ഔത്തുക പോകുമ്പോ നന്റെ ഉമ്മ കാത്തോണ്ടുണ്ടു നന്റെ പെഞ്ഞൈ കാത്തോണ്ടിക്കിടാറ് നന്റെ മക്കങ്ങ കാത്തോണ്ടിക്കിടാറ് ദർസുക പോയെങ്ക നന്റെ യലങ്ങമാര് സ്ഥാനത്തുള്ള നന്റെ ശിഷ്യന്മാര് കാത്തോണ്ടിക്കിടാറ് അങ്ങാറും ഈ വാളുകളുടെ നൗഫൽ സഖാഫി മറിച്ചെങ്കിലും നന്റെ കബറിലും അങ്ങ് ആരെങ്കിലും വന്നിട്ട് കിടക്കുണ്ടാ ഉമ്മ പറകുണ്ടാ ബാപ്പ പറകുണ്ടാ പെഞ്ഞൈ മക്ക പറകുണ്ടാ ജീവത്തെ മേലെ പിറസബൈക്കിട നന്റെ യലങ്ങമാരെ സ്ഥാനത്തുള്ള നന്റെ ശിഷ്യന്മാർ പറകുണ്ടാ ചിന്ന കുത്തിയ കബറുൽ നാൻ വർത്തനെ കിടന്നിട്ടിക്കുമ്പോ ആ കബറുകൊരു ബെൽച്ചബേന്റെ ബാപ്പ ഈ ഔത്തര ആചാര് നന്റെ ഇന് ചൊന്ന പൽക്ക ഉസ്താദ് അതിന് വേണായിട്ട് നാണ് 313 ഖത്മ് ഓതിട്ട് തീർക്കുക നിയത്താക്കിര നടന്ന് കിട്ടുവാണ്ട് ഒത്തില്ല 165 ഖത്മായിട്ട് ബാക്കി കൂടി ഒന്ന് ഓതിട്ട് തീർക്കൊടു ആർക്കൊരു ഉസ്താദ് ഓർത്തൊർത്ത ആയുസ് കണക്ക് വെയ്യി വേറൊന്നും കണക്ക് വെച്ചിട്ട് കാര്യമില്ല അപ്പടെ ജാഗത്തെ മേലെ കണ്ണ് വെച്ചിറണ്ട കുടുംബത്തെ ബന്ധം ഉടക്കണ്ട യലങ്ങ മൂത്തങ്ങമാരെ തമ്മില് ഗലാട്ട പെങ്ങളെ ഈ ദുനിയാവില് എങ്ങനെ ജീവിക്ക ഉമ്മ ആരും പട്ടിണി വെച്ചിട്ടില്ല തങ്ങളെ കണ്ടില്ല നിങ്ങ ഗൾഫിലും അധ്വാനിച്ചോണ്ടുണ്ടു പാവ ആർഗവേനായിട്ട് പെഞ്ഞൈ മക്കകളല്ലേ പെഞ്ഞൈ മക്കകളല്ലേ ഈ നൗഫൽ സഖാഫി മൽജഅ ഇത് സുറുവല്ല വാളുക വന്നോണ്ടുള്ളോ മുതഅല്ലിമായിട്ട് പഠിക്കട ടൈമില് പോലും നക്ക് ഇൽമു ചൊല്ലുക ചാൻസ് തന്ന സംസ്ഥ ആയിട്ട് ഇക്കട മൽജഅ വാളു ചൊല്ലുക ചാൻസ് തന്ന സംസ്ഥ ആയിട്ട് ഇക്കട മൽജഅ ഈ മൽജഅയുടെ സാരത്തിട മൽജഅയുടെ നൗഫൽ സഖാഫിക മറക്കുകയില്ല എൽസിഡി ക്ലിപ്പിംഗ് സമയത്ത് വെച്ചിട്ട് ഞാൻ അതാ പഠിക്കട ടൈം അല്ല പാസ്സായി വന്ന സുറുവാകുന്നില്ല മർക്കസിലിക്കുമ്പകുന്നില്ല ഉടനാണ് എൽസിഡി ക്ലിപ്പിംഗ് സഹിത വെച്ചിട്ട് വാളുന്നത് നക്ക് ഇപ്പോഴും നനപ്പുണ്ടു ആ മൽജഅ തങ്ങളെ മറക്കുകയില്ല മൽജഅ സംസ്ഥട മറക്കുകയില്ല തങ്ങ എത്രമാ ഓടിയോണ്ടുണ്ടു തങ്ങനൊക്കെ മെസ്സേജ് ആക്കിട്ട് ചൊന്തു ഉസ്താദേ നാണില്ല ഈ കട വീട്ടുകൊണ്ടുനക്ക് കിട്ടു കൊടുക്കിടതിന്റെ പൈസത്തുക നാനുടെ വന്നറ ആൽമാര മുട്ട പോയിട്ട് കൈ നീട്ടിയോണ്ടുള്ള തങ്ങക തങ്ങളെ പെഞ്ഞൈ മക്കകല്ല കുടുംബത്തുകല്ല ഐഷാറാമിയുടെ ജീവന നയിക്കുകല്ല വലിയ കാറില് ചുറ്റുകല്ല വലിയ ബംഗ്ലാവില് നടക്കുകല്ല വലിയ അരമനയുടെ പോലോത്ത ഔത്തുല് ജീവിക്കുകല്ല എന്തേ കാരണം അഗത്യമുള്ള ആലുമാര് ഇത് എത്തുപാട്ടണു നിങ്ങൊന്ന് പോയിട്ട് അവിടെ ഇൽമു ചൊന്നു കൊടുക്കണു ചൊന്ന തങ്ങളെ പൽക്കത്തുക ബല വെച്ചിട്ട് പറവു കാരണ പണ്ട് ഞങ്ങ പ്രസംഗിച്ചിട്ട് പഠിച്ചിട്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് മേല് വരുമ്പോ ഞങ്ങൾ പ്രസംഗിക്കുക ചാൻസ് തന്നിട്ട് വളർത്തിയ തങ്ങ അല്ലേ ആ തങ്ങളൊട്ടിക ഉള്ളേ ഒരു ശുക്ർ വീട്ടുകായിട്ടിക്കിട് കാലി 3 തിങ്കള് മൂന്നോല് വിളിച്ചിട്ട് ഡേറ്റ് കൊടുക്കാവാത്ത പക്ക എത്രമാ ഉറൂസുടെ പക്ക നിങ്ങളെ ഉജിരുടെ പരിസരത്തിലുണ്ടു ആ റായത്തങ്ങ പോലും ഈ സദസ്സിലിക്കുവാറ് പക്ഷേ 3-4 വിളിച്ചപ്പോ ഓടി വരവ് കാരണ ഇപ്പറ ആക്കിയ ഉപകാരത്ത് ഒരു പ്രത്യുപകാര കാട്ടേണ്ടതാണ് ഇതുപോലെ ഇത് കാണുമ്പോ വലിയ കൊസിയാവിടൂ ഇത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് വേഗ തീർക്കുകയാവിടൂ പക്ഷേ ഇതുണ്ടാക്കിയെടുക്കണമെങ്കിൽ എത്രമാ ഓടി നടക്കണു എത്രമാ കഷ്ടപ്പെടണു എത്രമാ ആൽമാരെ കമ്പനിയുടെ എതിർന്നു പോയിട്ട് കാക്കണു അതിരെ മുതലാളി ഓണർ ബണ്ടത്തോലും കാക്കണു എല്ലാരും കേട്ടിട്ട് കൊടുക്കണുണ്ടില്ല ചില കമ്പനിയുടെ പുറത്തുക വെറുതെയും കേട്ടിട്ട് കിട്ടാണ്ട് വാപ്പാസ് വരണാവൂ വേറെ കുറയങ്ങ് നന്നായി സഹായിക്കുവാറ് അല്ലാഹു സഹായിച്ച എല്ലാവർക്കും സഹായിക്കട്ടെ ഈ കിറ്റ് എടുക്കുക വന്ന മുസ്ലിമീങ്ങളുടെ
എന്നാ ചൊല്ലട്ട. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഹദീസ് മാത്രം ഞാൻ നിങ്ങളെ ഗമനത്തിൽ കൊണ്ടുകൊണ്ടുള്ള മൻ സനഅ ഇലൈക്കും മഅറൂഫാ, നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ ഉപകാരമാക്കിയെങ്കിൽ, ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് ഉപകാരമാക്കിയെങ്കിൽ നിങ്ങൾ ആക്കണായ ഒരു സ്വറ അതേപോലത്തെ ഒരു ഉപകാരം നിങ്ങൾ അപ്പറാക്കണോ? ഇല്ല ഉസ്താദ്, ഞങ്ങൾ എങ്ങനെ ഇത് കൊടുക്കട്ടെ, ഞങ്ങളെ കയ്യിൽ ഇല്ലല്ലേ ഉസ്താദ്, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത് എടുക്കടോ, ഞങ്ങൾ എങ്ങനെ അപ്പറ കൊടുക്കട്ടെ എങ്കില് ഒരു ഉപകാരം ആക്കവും നക്കും നിങ്ങൾക്കും തരുവല്ലേ. ഫകാഫിഊഹു ബിദ്ദുആ, ഒരു ദുആർന്നിട്ടെങ്കിലും ഒരു പ്രത്യുപ ആക്കറു ഉമ്മ, ഒരു ദുആർന്നിട്ടെങ്കിലും ഒരു പ്രത്യുപകാര ആക്കറു, മൽജാ തങ്ങു ദുആർക്കറു, ഇത് സഹായിച്ചങ്ങു ദുആർക്കറു. മൽജ തങ്ങളെ നേതൃത്വത്തിൽ വളർന്നു വന്നുകൊണ്ടുള്ള ഈ മൽജയുള്ള സംസ്ഥകൾ ദുആർക്കറു. അവിടെ എല്ലാ നല്ല ബെടക്ക് വന്നിട്ട് നിങ്ങൾ കൂടിട്ട് കൊടുക്കറു, നിങ്ങളെ തടി കൊണ്ടിട്ട് മേനത്തെടുക്കറു. പൈസ ചൊരിക്കണുണ്ടല്ല, നിങ്ങളെ തടി കൊണ്ടിട്ട് വന്നിട്ട് മേനത്തെടുക്കറു. ഇതൂടെ കൂടിയിട്ടുള്ള എല്ലാ ആണികളട്ടം പെണികളട്ടം നനപ്പാക്കിട്ട് ഞാൻ എന്റെ ഇണ്ടത്തെ വാല് നിപ്പാട്ടട്ട. നിങ്ങൾ ആയുസ്സറ കണക്ക് വയ്ക്കറു. രണ്ടട്ടം നിങ്ങളട്ടം ചൊല്ലുകൊള്ളത് അത് മാത്ര. പ്രായപൂർത്തിയായതര പിന്നത്തെ വയസ്സറ കണക്ക് വയ്ക്കറു. എത്ര വയസ്സായിടാ അതര ഡബിൾ ഖത്മ ഓദിട്ടിക്കണു, ಅದರ ಡಬಲ್ ಖತಮ್ ಓದಿಟ್ಟಿಕೊಂಡು 35 ವಯಸ್ಸ ಪ್ರಾಯಪೂರ್ತಿ ಕಲ್ನಿಟ್ಟು 35 ವಯಸ್ಸ 50 ವಯಸ್ಸಾയ ಆಲ್ಮಾರ್ ಲೈಫുಲು ಎಲ್ವ ಖತಮ್ മരിക്കട മുന്നോലു ഓദിട്ടിന്നെങ്കിൽ മാത്രമേ ഖബറിലൊരു നെമ്മദിക്കൂ, ആഖിറത്തിൽ ഖുർആൻ തൊട്ട ഹക്ക് ബീട്ടിയവനായിട്ടിക്കൂ. ഇല്ലെങ്കിൽ ആ മുസ്ലിം ഖുർആൻ തൊട്ട ഹക്ക് ബീട്ടിയവനായിട്ടില്ല. ഇത് ഞാൻ എല്ലാരട്ടം ചൊന്നിട്ടു ഞാൻ എന്റെ വാല നിപ്പാട്ടട്ട. അർഹമുർ റഹീമീനായ അല്ലാഹ്, നീ നമുക്ക് തൗഫീഖ് താ റഹ്മാനേ. ഇന്നത്തെ സദസ്സ് ഞങ്ങളുടെ ലൈഫിലു ഈ കൊല്ല റമളാൻ നല്ല രൂപത്തിൽ സ്വാഗതാക്കിട്ട് ഇബാദത്ത് ചമ്മയെടുക്കൂ, തൗഫീഖ് കിട്ടുക നീന് കാരണമാക്കിത്ത അല്ലാഹ്. ദുആർന്നിട്ട് ഞാൻ എന്റെ വാദ നിപ്പാട്ടെ. ഈ കുരുടെ ലൈലത്തുൽ ഖദർ കിട്ടണോണ്ട് ആശ ഉള്ള കൈവയ്ത്തത് നോക്കാം. ലൈലത്തുൽ ഖദർ ബറാത്ത് കഴിഞ്ഞിട്ട് ലൈലത്തുൽ ഖദർ അല്ലാഹു തൗഫീഖ് തരട്ടെ. നേരാ കിട്ടണ. കഴിഞ്ഞ വർഷത്തിൽ എത്രമാ റമളാൻ കഴിഞ്ഞരല്ലേ, ഏതെങ്കിലും ഒരു ലൈലത്തുൽ ഖദർ കിട്ടിയിട്ട് ഗ്യാരണ്ടി ഉള്ള കൈവയ്ത്തോ? അല്ല, എങ്ങനെ ചെല്ലേ ഗ്യാരണ്ടി ഉണ്ട? ഗ്യാരണ്ടി ഇല്ല. അള്ളാഹു കിട്ടിയങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തി തരട്ടെ. അങ്ങനെ ദ്വാർക്കോമ്മ ലൈലത്തുൽ ഖദർ കിട്ടിയങ്ങളെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. അള്ളാഹു കിട്ടിത്താകില്ല, കിട്ടില്ലേ പോയമേ, അതരത്ര വലിയ ലോസ് വേറെ ഒന്നുമില്ല. മങ്ക വന്നിട്ട് കൃഷി ಬೆಡಕಾಕಿ ಸೈಕ ಅಡಕೆ ಬೆಡಕಾಯಿತ್ತು, ಕಾಪಿ ಬೆಡಕಾಯಿತ್ತು, ಎಲ್ತರಿ ಬೆಡಕಾಯಿತ್ತು, ಎಲ್ಲಂ ಬೆಡಕಾಯಿತ್ತು, ಸೈಕ ಇದು ಬೆಡಕಾಯಿಗೆ ಇದು പോയി സൈക്കുക അവിടെ ഇല്ല. ഈ കുരുടെ ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടിട്ടേ തീരണം. ആട്ടാ ഞങ്ങളെ എന്താ അവിടെ നോക്കാം. ആശയുള്ള ചോദിച്ചു, നോമ്പ് പിടിച്ചിട്ടില്ലേ? നോമ്പുണ്ട? നോമ്പില്ലല്ലേ? നോമ്പ് പിടിച്ചിടാറാ? അല്ല, കൊറിയൻ ഷാബാൻ ഫുള്ള് നോമ്പിക്കിട അതൊക്കെ കേട്ടെ. അല്ല ബച്ചന ഉണ്ണക്കുന്ന ടൈം ആയിട്ടില്ലല്ലേ? 5:25 നിപ്പാട്ടിയ ഒരു വിഷയം നിങ്ങൾ ആക്കണം, എല്ലാവരും ആക്കണം, ആണിങ്ങും പെണിങ്ങും. ഇണ്ട് റമളാന്റെ മാത കണ്ടെത്താ ഇണ്ടത്തോടുകൂടെ റമളാൻ 1.5 ജാവ ഇണ്ടത്തോടുകൂടെ എല്ലാ ജാവും നിങ്ങൾ ഒരു വിഷയം ആക്കണം. ആക്കടാറ
ആക്കട അതെങ്കിലും ഒരു ദമ്മ് വരട്ട് നോക്കാം, ഒരു തെല്ല് സൗണ്ട് വരട്ട് ഒന്ന് ജോറ് ചൊല്ലോ നോക്കാം. വേണ വേണ്ട ബസകാലത്ത് വെറുതെ ജോറ് ഇൻഷാ അല്ലാഹ്. ഉമ്മമാരെ നിങ്ങൾ ഞങ്ങ കേൾക്കാത്ത രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ചൊല്ലണോ. നിങ്ങൾ ചൊന്നിട്ടിക്ക് വരണ പേരിക്കടെ ആ നിങ്ങൾ കേൾക്കാത്ത രൂപത്തിൽ പെണ്ണിങ്ങ ഇൻഷാ അല്ലാഹ് ചൊല്ലണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്നും ഞങ്ങൾ എല്ലാ ജാവും ശ്രദ്ധിച്ചമേ. എന്തിനാ ഒന്നുണ്ടാ മഗ്രിബ് നിസ്കാരം ഇശാ നിസ്കാരം ചൊല്ല രണ്ട് നിസ്കാരം ഉണ്ട്. ജാവത്തെ നിസ്കാരം മഗ്രിബ് ഇശാ അല്ലേ അല്ലെ ജണ്ടേ അല്ലേ? നണ്ടരായത്തിലെ ജണ്ട ഇവിടെ മൂന്നുണ്ടോ ജാവും? ജണ്ടേ അല്ലേ? തറാവി ഉണ്ട്, അത് പിന്നെ നോമ്പിടെ സ്പെഷ്യൽ നിസ്കാര. ഫർള് നിസ്കാര ജാവ് ജണ്ട്, ഒന്ന് മഗ്രിബ് ഒന്ന് ഇശാ. ഈ രണ്ട് നിസ്കാരവും ഈ കുരുടെ റമളാനില് ഒരേ ഒരു ജാവും കൂടാണ്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കും. നിസ്കരിക്കുവാ ജമാഅത്തായിട്ട്. യശാ ഏതായാലും ജമാഅത്ത് കിട്ടു അല്ലേ? കൊറിയമോ കിട്ടില്ല, ആറ് കിട്ടേ ബേബന്ധം കിട്ടു. ഇത് ഓം പണ്ടമേ തറാവി സുറായിത്തല, തറാവി സുറായിത്തല ഓ തറാവി യശാ വിഷയല്ല. ഇതല്ലപ്പ യശാ കഴിഞ്ഞിട്ടില്ലപ്പ, യശാ കഴിഞ്ഞിട്ട് തറാവി. തറാവി സുന്നത്ത്, യശ ഫർള്. തറാവി തുടങ്ങി. തറാവി എത്ര ഗಂಟೆಗೆ? തറാവി എത്ര ഗಂಟೆಗೆ കേൾക്കണേ? എത്ര ഗಂಟೆ തറാവി? തറാവി എത്ര ഗಂಟೆ ഉണ്ടല്ല കേൾക്കണായേ? ഹദ്ദാദ് എത്ര ഗಂಟೆಗೆ കേൾക്കും? അപ്പൊ ഫസ്റ്റ് ഹദ്ദാദ് എത്തും. എത്തിട്ട് ഹദ്ദാദ് കഴിഞ്ഞ സാർത്തക്ക് ഇശാ നിസ്കാരം, ഇശാ നിസ്കാരം കഴിഞ്ഞ സാർത്തക്ക് പിന്നെ എന്തേ തറാവി. തറാവി കഴിഞ്ഞിട്ട് പിന്നെ 3 റക്അത്ത് വിത്തു. അപ്പ ഇശാ നിസ്കാരത്തെ ജമാഅത്തുകെ എത്തുന്നു പള്ളി ആണി. തീരിത്ത മഗ്രിബ് നിസ്കാരം നോമ്പ് തുറന്നിട്ട് മഗ്രിബ് നിസ്കാരത്തെ ജമാഅത്തുകെ പള്ളിക്കെത്തോ? തീർറ പള്ളിക്കെത്തോ? ഇല്ലേ, പള്ളി ചെമ്മ ദൂര ഔത്തുലെ നിസ്കരിക്കണായിട്ട് അകത്തെ വന്നെങ്കിൽ ഔത്തുലും ഒർത്ത നിസ്കരിക്കോ? തീരാ എങ്ങനെ നിസ്കരിക്കണോ? ജമാഅത്തായി നിസ്കരിക്കണം. പുള്ളി മാറിക്കുവാറല്ലേ? പുള്ളിയുടെ നിപ്പാട്ട് ഇമാം അല്ലെ? നിങ്ങൾ നിക്കോറ് ബോബ നിക്കട്ട് പുള്ളിയും ചല്ലിയും എല്ലാം മാമമാവട്ട്. ഇനിയിപ്പൊ ഔത്തുലെ നിസ്കരിക്കൊണ്ടല്ലോ ചൊന്നേ. പള്ളി പോണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കണോ? അങ്ങോട്ട് പള്ളിക്ക് എത്തുകാവില്ല, ചെമ്മ ദൂരം ഉണ്ടെങ്കിൽ ഔത്തുലേയും കൂടെ നിൽക്കണ്ടേ? ഫത്ഹുൽ മുഈനിലുണ്ടല്ലേ മുത്താലിമേ മോന്തില്ലേ? മഗ്രിബും ഇശാവും രണ്ട് നിസ്കാര ജമാഅത്തായിട്ട് റമളാന്റെ എല്ലാ ജാവുലും കിട്ടിത്താ ഫഖദ് അദ്റക ബിഹദ്ദിൻ വാഫിരിൻ മിൻ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ വലിയ സൗഭാഗ്യ അവനക്ക് കിട്ടിട്ടായിട്ട് കിട്ടുണ്ടല്ല. ഫഖദ് അദ്റക കിട്ടിട്ടായിട്ട് എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാരും അത് ശ്രദ്ധിക്കണു. ഉമ്മ പെങ്ങന്മാരുടെ ഒന്നുകൊണ്ടില്ലേ നിങ്ങ ഔത്തുലിക്കിടങ്ങ. നിങ്ങ പള്ളിക്ക് വണ്ടില്ലേ, പള്ളിക്ക് പറകു തീറ. നിങ്ങ ഔത്തുല് നിസ്കരിക്കുമ്പോ നിങ്ങും അതേപോലെ മാമി മർമോലെല്ലാം ഇല്ലേ? എത്ര പേച്ചാടിയോട്ടിക്കടോ? ആ പേച്ചാട്ടതെല്ലാം ഒന്ന് വിടു. വിട്ടിട്ട് ഈ കുറി നോമ്പുലും മാമിയും മർമോലും ഒട്ടിಗೆ എന്തൊരു പിർസ ജമാഅത്ത്. മഗ്രിബും ജമാഅത്തായി നിസ്കരിക്കടേ, ഇശാവും ജമാഅത്തായി നിസ്കരിക്കടേ. ചമ്മ തുടങ്ങില്ലേ ഉമ്മ മങ്ങിലായത് രണ്ട് പിടിച്ച് ഇണ്ട് തോലും ഓൾഡട്ട തൊന്തയുണ്ടും പേച്ചാടിയുണ്ടും. ഇനിയിപ്പോ അതെല്ലാം നിപ്പാട്ടിട്ട് റമളാനല്ലേ വേണ്ടേ? മഗ്രിബും ഇശാവും ജമാഅത്തായിട്ട് ഔത്തുൽ പെണ്ണിങ്ങ അങ്ങനെ അതാത് ഔത്രങ്ങ എങ്കിൽ ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദ്റിന്റെ ഒരു അംശമെങ്കിലും അങ്ങ് കിട്ടു ചെന്നിട്ടു ഇമാമിങ്ങ കിതാബിൽ എഴുതി വെച്ചരേ. ഇത് നിങ്ങൾ ആരും മിസ്സാക്കി പോത്തീറാ തീരുവാ എന്താ ഇപ്പ ഞങ്ങക്ക് പണംപൂർ പോയ പോലെ ആയിട്ടല്ലേ? ഇപ്പൊ എന്തൊരു ആവേശം. നുപ്പാടത്തെ ഇൻഷാ അല്ലാഹ് കേൾക്കില്ലല്ലേ? പാണ്ട് നുപ്പാട് ഭയങ്കര ഇൻഷാ അല്ലാഹ് ആവേശം. ഇപ്പൊ എന്തില്ലാത്തേ? ലൈലത്തുൽ ഖദ്ർ കിട്ടണോ? ഇതാക്കോ ഇല്ലേ? നിങ്ങളെ തെറു പോകാൻ ഞങ്ങളെ തെറു പോകണ്ട. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയം നിങ്ങളിട്ട ചൊന്നിട്ടു. ഈ കുരുടെ ലൈലത്തുൽ ഖദ്ർ കിട്ടിയ ഞങ്ങളെ കൂട്ടത്തില് അല്ലാഹു ഞങ്ങളെല്ലാരും പെടുത്തി തരട്ടുണ്ട്. മാത്ര ദുആർന്നിട്ട് പഠിച്ച റബ്ബേ ഈ സദസ്സിൽ വന്നതിച്ച മുഅ്മിനീങ്ങ മുഅ്മിനാത്തുങ്ങ എല്ലാരും മനസ്സിൽ ഖൈറായ ഉദ്ദേശം നീ കണ്ടുകൊണ്ടുള്ള അല്ലാഹ് എല്ലാ ഉദ്ദേശ നീ ഹാസിലാക്കു റഹ്മാനെ. എല്ലാ കഷ്ടപ്പാട് ദൂരത്താക്കു റഹ്മാനെ. എല്ലാ സീക്ക് നീ ദൂരത്താക്കി താ റഹ്മാനെ. പരിപൂർണ ശിഫാ നീ താ റഹ്മാനെ.
വലിയ വലിയ സീക്ക് കൊണ്ടിട്ട് കഷ്ടപ്പെടുന്ന ആൾമാറുള്ളാറ് റബ്ബേ മനസ്സ് പൊട്ടിട്ടുള്ള ഈ സദസ്സിൽ നിന്റൊട്ട നങ്ങ നിന്റട്ട വേങ്ങിയോണ്ടുള്ള അല്ലാ നങ്ങ നിന്റട്ട നങ്ങ വേങ്ങിട്ട് കേട്ടോണ്ടുള്ള പടച്ച റബ്ബേ നങ്ങ ആരട്ടം വേങ്ങു പോയിട്ടുള്ള ഇണ്ട് തോലും നിന്റട്ട നങ്ങ എല്ലാരും വേങ്ങിയോണ്ടുള്ള അല്ലാ നിന്റട്ട വേങ്ങാൻ ടിക്കു നങ്ങാവില്ല നിന്റട്ട നങ്ങ വേങ്ങിട്ട് കേട്ടോണ്ടുള്ള നീ എല്ലാവർക്കും എല്ലാ സീക്ക് ശിഫ കൊടുക്കു റഹ്മാനെ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കെല്ലാവർക്കും നീ താ അല്ലാ പടച്ച റബ്ബേ ചൊല്ലുക പേടിയാവുടെ കേക്കുക പേടിയാവുടെ വലിയ വലിയ ക്യാൻസർ പോലോത്ത സീക്കട തൊട്ടു നീ ഞങ്ങളെ കാക്കു റഹ്മാനെ ഞങ്ങളെല്ലാരും കട ഈ മോമിനീങ്ങു ചെന്ന കടയ്ക്കു റബ്ബേ നീ എല്ലാരെ കട വീട്ടിത്താ റഹ്മാനെ എല്ലാരെ കട വീട്ടിത്താ റഹ്മാനെ റബ്ബേ അകയില്ലാത്തങ്ങ സ്വന്തം അകയില്ലാത്തങ്ങ എത്രമാ വാടിക ഔത്തുലുള്ളങ്ങ മരിക്കടമുന്നോലും സ്വന്തം ഔത്തുലൊന്നു കൂടും സ്വന്തം ഔത്തര മെയ്യത്ത് പറത്തുകുമ്പോൾ ഉസ്താദ് ഒരു ആശ ഉണ്ടു എത്രമാ വാടിക അകായിത്തു ചെന്നിട്ടു ഉള്ള കൽബുല നീയത്തുള്ള ഈ സദസ്സുള്ളാറ് ദ്വാരക്കു ചെന്നങ്ങുള്ളാർ ലൈവായിട്ട് നോക്കിയോണ്ടുള്ള എത്രമാ ആണിങ്ങ ഉമ്മമാര് പെങ്ങന്മാരുള്ളാറ് നീ എല്ലാരും കട ഈ ശഅബാന്റെ ലാസ്റ്റ് ടൈമും റമളാന്റെ ഫസ്റ്റ് ടൈമിടെ ബറക്കത്ത് കൊണ്ടു ഈ മൽജയുടെ എത്രമാ ആൽമാരെ സഹായിച്ച സംസ്ഥ എത്രമാ ആൽമാര് ആശ്രയിക്കട പക്ക ഈ പക്കത്തെ ബറക്കത്ത് കൊണ്ടു സ്വന്ത അകനി ഞങ്ങൾക്കെല്ലാവർക്കും താ റഹ്മാനെ നീ ഞങ്ങൾക്ക് തന്ന ഔത്തുൽ ബറക്കത്ത് താ അല്ലാ ഞങ്ങളെ നെയ്പ്പുലും വൈവാട്ടിലും ദീനീ ഖിദ്മാത്തിലും ഞങ്ങൾ പഠിക്കടതിലും പഠിപ്പാട്ടതിലും വാളു ചൊല്ലതിലും ദർസ് നടത്തുന്നതിലും ഞങ്ങളെ പ്രവർത്തനത്തിൽ എല്ലാത്തിലും നീ ബറക്കത്ത് താ അല്ലാ നെയ്പ്പില്ലാത്തങ്ങും ഖൈറായ നെയ്പ്പ് കൊടുക്കു റഹ്മാനെ ബാണ്യത്തങ്ങ ബാണ്യ കൊറടി ഉള്ളങ്ങു നല്ല ബറക്കത്തുള്ള ബാണ്യ കൊടുക്കു റഹ്മാനെ ഈ കുരി കുടുംബ സമേത ഹജ്ജുക്ക് പോക നീയത്താക്കിയങ്ങ ഉള്ളാറ് പടച്ച റബ്ബേ കൊടുത്തിട്ടു പാസ്സാവാട്ടെ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടു ഇനി ലാസ്റ്റ് ഒരു കടലാസ് പറകു ബാക്കിയുള്ള ഉസ്താദ് അതിൽ ഞങ്ങളെ പേരൊന്നു കാണണം എത്രമാ ടൈമായിട്ട് കൊടുത്തിട്ടു ഈ കുരി പോയില്ലെങ്കിൽ എപ്പോ പോട്ടെ ഉസ്താദ് ചൊന്നിട്ടു ദ്വാരക്കുക ചൊന്നങ്ങുള്ളാറ് അങ്കും നങ്കും എല്ലാവർക്കും കുടുംബ സമേത മഖബൂലും മബ്റൂറായ ഹജ്ജ് ഉംറ ആക്കുകൊള്ള തൗഫീഖ് താ അല്ലാഹ് അല്ലാഹുവേ പള്ളിയിൽ ഖിദ്മത്ത് എടുക്കടാല് ബാപ്പ മർച്ചിര് ഉമ്മക്ക് ഉഷാറില്ല ഉംറത്തുക പോണു എന്ന നീയത്തിൽ ഒരു സംഭാവന തയാളെ ബാപ്പകു നീ സ്വർഗ കൊടുക്കല്ല ഉമ്മകു നീ ആഫിയത്ത് കൊടുക്കല്ല ഉംറത്തുക തൗഫീഖ് കൊടുക്കല്ല ഞങ്ങൾക്കെല്ലാവർക്കും ഈ സദസ്സുലുള്ള ഒരാളും ഹജ്ജ് ഉംറ ആക്കാണ്ട് നീ മരിപ്പാട്ടണ്ട അല്ലാ എല്ലാവർക്കും ചെമ്മപ്പെട്ട ഹജ്ജ് ഉംറ ആക്കുള്ള തൗഫീഖ് താ അല്ലാ ഈ സ്റ്റേജിലുള്ള പിന്നെ ഉസ്താദുമാറുള്ളാറ് ഉടനെ മുദരിസ് ഉസ്താദ് അതേപോലെ ഞങ്ങളെ മഹബൂബ് സഖാഫി ഉസ്താദ് അതുപോലെ ഈ പ്രോഗ്രാം ഞങ്ങളെ വിളിച്ച ഞങ്ങളെ ഷരീഫും അങ്ങനെ മൽജയ തങ്ങളൊട്ടിಗೆ ഈ കാര്യാചരണ ഒട്ടിಗೆ കൂടിയിട്ട് തങ്ങവും ഗട്ടി കൊടുക്കടെ സ്ഫൂർത്തി കൊടുക്കടെ ആൽമാര് നിക്കുകൊണ്ടുണ്ടല്ലോ റഹ്മാനെ തങ്ങവും അങ്ങും നങ്ങും എല്ലാവർക്കും ചെമ്മക്കാല നിന്റെ ദീനക ബേനായിട്ട് നല്ല ഇഖ്ലാസോടുകൂടെ ഖിദ്മത്തെടുക്കുകയും തൗഫീഖ് താ അല്ലാഹ് ഈ കുരുടെ റമളാന് നീ ഞങ്ങൾ എത്തുപാട്ടി താ റഹ്മാനെ റമളാന് നല്ല രൂപത്തിൽ സാക്ഷി നിക്കടങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തി താ അല്ലാഹ് അല്ലാഹുവേ ഇത് ഞങ്ങളെ ലാസ്റ്റ് റമളാൻ ആക്കാട്ടെ ഇനിയും ചെമ്മ റമളാൻ നീ ഞങ്ങൾക്ക് ലൈഫിൽ താ റഹ്മാനെ ഞങ്ങളെ മണിപ്പാൽ റജബാക്ക നന്റെ വലിയ മഹബത്ത് ബൈക്കിടെ വലിയ ബിസിനസ്മാൻ റബ്ബേ
എത്രമാ സ്റ്റാഫുങ്ങ അയാളെ കമ്പനിയിൽ NT എക്സ്പ്രസ്സുകളുടെ കമ്പനിയിൽ അയാളെ സ്റ്റാഫുങ്ങ ആയിട്ടുള്ള ഇന്നലെ റജബാക്കവും റജബാക്കട ഉമ്മ പെഞ്ഞൈമക്ക അതുപോലെ എലങ്ങമാറ് അഷ്റഫാക്ക അതുപോലെ അസ്ലം അങ്ങനെ ഫാമിലിങ്ങ അതേപോലെ അളിയന്മാര് അതുപോലെ റജബാക്കട മോണു മർമോലു പുള്ളി സമേത ചമ്മ ആണിങ്ങം പെണിങ്ങും നന്റെ ദർസിലുള്ള മുതഅല്ലിമീങ്ങളെ ദൈപ്പാട്ടിട്ട് അങ്ങനെ എല്ലാ വിഷയത്തിലും ഒരു റാഹത്ത് കിട്ടണു ആഫിയത്ത് കിട്ടണു സീക്ക് ശിഫ കിട്ടണുള്ള നീയത്തില് മുതഅല്ലിമീങ്ങളെ ദൈപ്പാട്ടിട്ട് പ്രത്യേകിച്ചിട്ടൊരു മജ്ലിസാക്കിയിട്ട് ദുആർപാട്ടകു വന്നിട്ട് എല്ലാവർക്കും ചമ്മ അതാ ഫുഡ് കൊടുത്താറ് അവിടെ ഫുഡ് വ്യവസ്ഥയാക്കിയാറ് സഹായിച്ചാറ് അങ്ങനെ ഞങ്ങളെ വലിയ മുഹിബ്ബായിട്ടുള്ള റജബാക്കവും റജബാക്കടെ ഇടീ കുടുംബത്തും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കല്ലാ അങ്ങനെ NT എക്സ്പ്രസ്സുകളുടെ വലിയ കമ്പനിയിൽ നീ വലിയ ബർക്കത്ത് കൊടുക്കല്ലാ എല്ലാ പക്കങ്ങ സേലാവുക വെച്ച എല്ലാ പക്കവും ആയത്തര വേഗ വിത്തുപോകും നീ ഹൈറായ രൂപത്തിലത് വിത്തുപോകുള്ള തെരു തുറന്നു കൊടുക്കു റഹ്മാനേ റജബാക്കും ഉമ്മകും ഇടീ ആ കുടുംബത്തും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കു റഹ്മാനെ അങ്ങനെ ബാപ്പകു സ്വർഗ കൊടുക്കു റഹ്മാനെ ഈ കൂട്ടത്തിൽ ആരെല്ലാം ഞങ്ങളെ ഉമ്മ ബാപ്പന്മാര് മറിച്ചിട്ട് കബറിലുള്ളാറാ മാപ്പലമാര് മറിച്ചങ്ങ ഉള്ളാറ് പെഞ്ഞൈമാര് മറിച്ചങ്ങ ഉള്ളാറ് ഔത്തുലും കുടുംബത്തിലും മറിച്ചങ്ങ ഉള്ളാറ് നന്റെ ബാപ്പ സമേത ഞങ്ങളുമായി ബന്ധപ്പെട്ട എത്രമാ ആൽമാര് ഇണ്ട് 6 അടി മണ്ണിടക്കിയിലുള്ളാറ് പടച്ച റബ്ബേ ഈ ഞങ്ങളെ നല്ല ബറക്കത്തുള്ള മജ്ലിസ് റമിസിന് സവാബ് ആ എല്ലാരെ ഖബറുകത്ത് പാട്ടിട്ട് അങ്ങനെ ഖബർ നീ സ്വർഗീയ ഖബറാക്കല്ലാ എത്ര കാല ജീവിച്ചെങ്കും ഒരു നാളല്ല ഒരു നാൾ മരിപ്പുണ്ട് ഹക്കല്ലേ പടച്ച റബ്ബേ ഞങ്ങളാരും നീ വേഗം മരിപ്പാട്ടാണ്ട് ചമ്മ കാല നല്ല ആഫിയത്തോടുകൂടെ ഉള്ള ദീർഘായുസ് തന്നിട്ട് ലാസ്റ്റ് ഒരു നാല് നല്ല ഒരു പക്കത്തില് എല്ലാ തങ്ങന്മാരും ആലിമീങ്ങവും വന്നിട്ട് മയ്യത്തിറ മുട്ട തിന്നിട്ട് മയ്യത്ത് നിസ്കരിക്കുക അവിടെ രൂപത്തിൽ ഖത്മോദുക അവിടെ രൂപത്തിൽ തഹ്ലീൽ ചൊല്ലുക അവിടെ രൂപത്തിൽ ഒരു നല്ല പക്കത്തില് ആൽമാരെല്ലാരും വന്നിട്ട് കൂട പക്കത്തിലിരിക്കുമ്പോ ഞങ്ങൾക്ക് സ്വർഗ കണ്ടിട്ട് ഞങ്ങളെ കണ്ണിട തണ്ണീത്ത് പാട്ടിട്ട് നെറ്റില് പേർപ്പിൽഞ്ഞിട്ട് സ്വർഗ കണ്ടിട്ട് ചിരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല കലിമത്തു തൗഹീദ് ജോറ് ചൊന്നിട്ട് മരിക്കുള്ള ഭാഗ്യ നീ ഞങ്ങൾക്കെല്ലാവർക്കും താ റഹ്മാനേ. ഈ സദസ്സിൽ ഞങ്ങൾ എത്ര ടൈം സ്പെൻഡ് ആക്കണമാ അതെല്ലാം ഞങ്ങൾ ആ തൗഫീക്ക് കിട്ടുക നീ കാരണാക്ക റഹ്മാനേ. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. 12 ಗಂಟೆಗೆ ನಾನು ಇಪ್ಪಾಟೋನೋಡು ವಿಚಾರಿಸಿದೆ എൻ്റെ സൗണ്ട് ഇതല്ല പരിപ്പറ ആയതുകൊണ്ടിട്ടു തെല്ലെങ്കിലും തങ്ങ വിളിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും തെല്ല് ഇൽമു ചൊന്തറിനല്ലേ ചെന്നിട്ടു തെല്ല് ലേറ്റായി പോയിട്ട് നിങ്ങെന്തും ಬೇಜಾರಾയിട്ട് ഇക്കാല ಬೇರಿಕಡೆ ನೀ ಬೇಜಾರಾയിട്ട് നിങ്ങൾ ಬೇಜಾರು ಆಜಾರು ಗಂಟು ചൊന്നിട്ടു ನಾನು എൻ്റെ പൽക്ക നിപ്പാട്ട് റമളാൻ ബറോബോണ്ടു നിങ്ങളെല്ലാവരും നെനപ്പ് വെച്ചിട്ട് ഞങ്ങൾക്ക് ദ്വാരക്കൊണ്ടു നിങ്ങൾക്കും ഇൻഷാ അല്ലാഹ് ദ്വാരക്കടാണ്ട് മാത്രം ചൊന്നിട്ടു വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.